വേദിയിലെ മറ്റ് ഗുരുജനങ്ങളെ, സദസ്സിലെ പ്രിയപ്പെട്ട ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, ഇതിനെയാണ് ഞങ്ങൾ തെക്കോട്ടുള്ളൊരു വാക്ക് എന്ന് പറയും. വാക്കിന് വയ്ക്കുക എന്ന് പറയും. അതൊരു 16 വയസ്സ് മുതൽ ഈ ഉപകരണമായിട്ടുള്ളൊരു ഹൃദയബന്ധം കൊണ്ട് കിട്ടിയ ശീലം ആണ്. എവിടെ പറഞ്ഞാൽ എവിടെ കേൾക്കും എന്നുള്ളത്. ഈ നല്ല മൈക്ക് സിസ്റ്റമാണ് ഇവിടെ പൊതുവിൽ. കാരണം ഇവിടെ മൈക്ക് വയ്ക്കുന്ന ആളൊരു നല്ല കലാകാരനാണെന്നാണ് എൻ്റെ ഒരു ധാരണ. അങ്ങനെയുള്ളവരൊക്കെ ഈ മോണിറ്റർ ബോക്സ് എങ്ങനെ വയ്ക്കണം എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുള്ളൂ. അതുപോലെ ഇന്നത്തെ ദിവസത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത ഇന്ത്യയിലെ ഋഷി കവിയായ ടാഗോറിൻ്റെ 85ാമത് ചരമദിനമാണ് എന്നുള്ളതാണ്. സത്യത്തിൽ ഈശ്വരനെ നേരിട്ട് കണ്ട് സംസാരിച്ചതുപോലെ കവിത എഴുതിയ ആളാണ് ടാഗോർ. ഗീതാഞ്ജലി, അതാണ് എൻ്റെ ഓർമ്മയിൽ ആദ്യം വരുന്നത്. അദ്ദേഹം ഈ അഗാധമായ പാണ്ഡിത്യം ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം പറയുന്നത്, ഞാൻ ഒന്നുമല്ല എന്നുള്ള തോന്നൽ എനിക്കുണ്ടായി തുടങ്ങി കൂടുതലായി. കാരണം നിൻ്റെ വലയിൽ ഞാൻ അകപ്പെട്ട് കഴിഞ്ഞു, അതുകൊണ്ട് എനിക്കിതിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നൊരു രംഗമുണ്ടല്ലോ. ഞാനറിവീല ഭവാന്റെ മോഹനഗാനാലാപന ശൈലി. സംഗീതജ്ഞനാണ് ടാഗോർ. പക്ഷെ ടാഗോർ പറഞ്ഞ് എനിക്ക് അറിഞ്ഞൂടാ. നിഭൃതം ജ്ഞാനതു കേൾപ്പോ സതതം നിതാന്ത വിസ്മയശാലി, നിതാന്ത വിസ്മയശാലി. ഉദയഗാന പ്രകാശ കലയാൽ ഉജ്ജ്വല ശോഭം ഭുവനം അലതല്ലിടുകയാണധിഗഗനം വായുവിലീശ്വരചലനം. ഇങ്ങനെ പോകുന്നൊരു കവിതയാണത്. അതിൽ പറയും, നിബദ്ധനിഹ ഞാൻ നിൻ ഗാനത്തിൻ നിരന്തമാകിയ വലയിൽ എന്ന് പറയും. അങ്ങനെ ഈ ഈശ്വരൻ്റെ ഗാനത്തിൻ്റെ വലയിലാണ് നമ്മൾ. അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തതാകട്ടെ, ഇങ്ങനെ തർജ്ജമ ചെയ്തത് മലയാളത്തിൻ്റെ മഹാത്ഭുതമായ ജി ശങ്കരക്കുറുപ്പാണ്. ഗീതാഞ്ജലി തർജ്ജമ ചെയ്യാൻ വേണ്ടി മഹാരാജാസ് കോളേജിൽ ഒരു ബംഗാളി പ്രൊഫസറിനെ പ്രത്യേകമായി കൂട്ടുപിടിച്ച് അദ്ദേഹത്തിൻ്റെ നിന്ന് ബംഗാളി പഠിച്ച് ബംഗാളി വായിച്ച് നേരിട്ട് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. എങ്ങനെയുള്ള ജി ശങ്കരക്കുറുപ്പിനെ അത് പറ്റുള്ളൂ എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. 1000 പ്രപഞ്ചത്തെ ഉറക്കി പുതപ്പിച്ചും 1000 പ്രപഞ്ചത്തെ ഉണർത്തിത്താലോലിച്ചും സ്ഥിരവാത്സല്യത്താലേ തുടിക്കുമനാദിയാം കരളിൽ എനിക്കിടം തന്ന കാരുണ്യം വെൽവൂ. ഇങ്ങനെ എഴുതിയ പ്രപഞ്ചദർശനം മുഴുവൻ അറിയാവുന്ന ജി ശങ്കരക്കുറുപ്പിനെ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ എന്താണ്, അങ്ങനെയുള്ള എക്യുപ്മെൻറ്റ്സ് അദ്ദേഹത്തിൻ്റെ കയ്യിലേ ഉള്ളൂ ആണ് കാര്യം. അപ്പോൾ ഞാനിന്നിവിടെ വന്ന സമയത്ത് എന്നോട് അദ്ദേഹം ചോദിച്ചു, ഏത് വിഷയത്തിലാണ് സാർ സംസാരിക്കുന്നത്? പണ്ട് വാൽമീകിയോട് ശ്രീരാമൻ പറഞ്ഞല്ലോ, എനിക്കൊരു വീട് നോക്കണം എന്ന് പറഞ്ഞപ്പോൾ വാൽമീകി പറഞ്ഞു, സ്വന്തമായിട്ട് 9 വീടുള്ള അങ്ങേക്ക് ഞാൻ ഇനി 10ാമതൊരു വീട് നോക്കി തരണോ എന്ന് ചോദിച്ചു. പിന്നെ ഒരു കാര്യമുള്ളത്, അങ്ങേക്ക് മാനുഷവേഷധാരിയായതുകൊണ്ട് ഗൃഹസ്ഥൻ എന്ന പേര് ചേരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനൊരു വിഷയാസക്തനായതുകൊണ്ട് വിഷയം എടുത്ത് പറയേണ്ട കാര്യമുണ്ട്. പക്ഷേ ഞാൻ വിഷയം തീരുമാനിച്ചിരുന്നില്ല, ഇവിടുന്നും തന്നില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ആലോചിക്കുന്നത് രാമായണത്തിലെ തത്വം പറയാമെന്ന് വിചാരിക്കുന്നു. കാലാതിവർത്തിയായ തത്വബോധം രാമായണത്തിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. രാമായണം ഒരു കഥയല്ല എന്ന് എഴുത്തച്ഛൻ തന്നെ പറയുന്നുണ്ട്, അല്ലേ? ശ്രീരാമദേവ കഥ ഉപദേശിച്ചിടുവൻ എന്നല്ല, ശ്രീരാമദേവ തത്വം ഉപദേശിച്ചിടുവൻ എന്നാണ് പറയുന്നത്.
അത് ഡയറക്റ്റായിട്ട് പറയുന്നൊരു കഥയല്ല. മഹാഭാരതം അങ്ങനെയല്ല. പക്ഷേ ഈ രണ്ട് സംഭവത്തിൽ തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. എളുപ്പം കഥയാണ്, തത്വമല്ല. അതുകൊണ്ടാണ്. പക്ഷേ ബോധഹീനന്മാർക്ക് അറിയാൻ വണ്ണം ചൊല്ലിയ രാമായണമാണ് നമ്മൾ വായിക്കുന്നത്. എഴുത്തച്ഛൻ ഈ രാമായണം എഴുതിയ കാലഘട്ടം വിശേഷമായി നമ്മൾ അന്വേഷിക്കേണ്ട ഒരു സന്ദർഭമാണ്. 16-ാം നൂറ്റാണ്ട് രാമായണ കഥ പറയാൻ അത്ര സേഫായ സന്ദർഭമായിരുന്നില്ല. പക്ഷെ ആ സന്ദർഭത്തിലാണ്, ലോകം കലുഷിതമായിരിക്കുന്ന കാലത്താണ് തന്റെ ആവശ്യം എന്ന് എഴുത്തച്ഛൻ അറിയാമായിരുന്നു. എഴുത്തച്ഛൻ വാൽമീകി രാമായണത്തിനെ പിൻപറ്റിയത് ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എഴുത്തച്ഛൻ നമ്മുടെ തൊട്ട അയലോക്കക്കാരനായ നിരമത്ത് രാമപണിക്കരുടെ പല പ്രയോഗങ്ങളും അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. എനിക്ക് സംശയം എഴുത്തച്ഛൻ ഓണാട്ടുകാരൻ തന്നെയാണെന്നുള്ളതാണ്. തീരെ വടക്കനല്ലാന്ന് എനിക്കൊരു സംശയമില്ല. കാരണം ഈ എഴുത്തച്ഛന്റെ തിരുവനന്തപുരത്തുള്ള വർത്തമാനങ്ങൾ നമ്മൾ കേട്ടിട്ടില്ല, സ്ലാങ് കേട്ടിട്ടില്ലേ? നമ്മൾ ഈ രാമായണത്തിന്റെ ഭാഷയിൽ കാണുന്ന സ്ലാങ് അല്ല എഴുത്തച്ഛന്റെ സ്ലാങ്. എനിക്ക് തോന്നുന്നത് ഈ അച്ചടി ഭാഷയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ഭാഷയാണ്, ഓണട്ടുകാര ഭാഷയാണെന്നാണ് എൻ്റെ ഒരു ധാരണ. വടക്കേരനോട് പിണങ്ങിയാൽ മാത്രമല്ല, എഴുത്തച്ഛൻ നിരന്തര രാമപണിക്കരുടെ പല പ്രയോഗങ്ങളും അല്ലേ അദ്ദേഹത്തിനുണ്ടല്ലോ. ഒന്നാണ് നലമുടി ജാനകി സന്തോഷിച്ചാണ് അല്ലെ, മയിൽ ആനന്ദി ഇടിനാഥൻ കേട്ട് മയിൽ ആനന്ദിപ്പത് പോലെ എന്നൊക്കെ നിരന്തര രാമപണിക്കർ എഴുതിയിട്ടുണ്ട്. അത് അതേ രീതിയിൽ എഴുത്തച്ഛൻ ഇടിവെട്ടിയുടെ മണ്ണം വിൽമുറിഞ്ഞ് ഉച്ച കേട്ട് നടുങ്ങിയ രാജാക്കന്മാർ ഉലകങ്ങളെ പോലെ മൈഥിലി മൈപ്പയുടെ പോലെ സന്തോഷം കൊണ്ടാണ് കൗതുകമുണ്ടായിരുന്നു ചേതസി കൗശികൻ എഴുതിയത്. നമുക്കറിയാം, ഈ വണ്ടിയും വെള്ളമൊന്നും ഇല്ലാത്ത കാലത്ത് എളുപ്പം അവിടെ നിന്ന് ആറിടന്ന് ഇങ്ങോട്ട് വരാനാണോ അതോ വടക്കുന്ന് നടന്ന് ഇങ്ങോട്ട് വരാനാണോ എന്നുള്ളത് ലോജിക്ക് വെച്ച് നമ്മൾ ആലോചിച്ചാൽ മതി. ഭാഷ വളരെ കൃത്യമാണ്. ആ കൃത്യതയോടുകൂടി നമ്മൾ അന്വേഷിച്ചാൽ മതി. പിന്നെ നമ്മുടെ ഒരു കുഴപ്പമുള്ളത്, തെക്കോട്ടുള്ള എറണാകുളങ്ങൾ ഇങ്ങോട്ട് വരുന്ന ആളുകൾക്ക് കുഴപ്പമെന്ന് വെച്ചാൽ അവര് വിട്ടുകൊടുക്കുന്നവരാണ്. നിങ്ങളത് തന്നെ എന്ന് പറയും. അങ്ങനത്തെ ശീലം അത് ആലോചനകൾ വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഈ ശ്രീരാമദേവ തത്വം എന്നുള്ളതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. രാമായണം കേൾവിയുടെ ഒരു കലയാണ്, കേൾവിയുടെ ഉത്സവമാണ്. കൃതി മുഴുവൻ കേൾക്കലാണ്. ആദ്യത്തെ കേൾവിക്കാരി ശ്രീപാർവതിയാണ്, വിശ്വമാതാവായ പാർവതിയാണ് പറയുന്നത്, കേൾക്കുന്നത്. പറയുന്നതാകട്ടെ കാളിദാസൻ പറഞ്ഞ ആ പഴയ ജഗതപിതരോ വന്ദേ പാർവതി പരമേശ്വരോ എന്ന് പറഞ്ഞതിന്റെ ആ ജഗത്പിതാവായ ശിവൻ പറയുന്നു. സർവോ ലോകപ്രഭാഷകനാണെന്ന മന്ത്രം ലോകപ്രഭാഷകനായ ശിവൻ സംസാരിക്കുന്നു. എന്നിട്ട് ആദ്യം പറഞ്ഞു കൊടുക്കാവൂ എന്നാണ് ആദ്യം എഴുത്തച്ഛൻ പറയുന്നത്. ഞാൻ ഈ കഥ പറയാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ ഈ തത്വം പറയാൻ തുടങ്ങുന്നു. കഥ എന്ന രീതിയിലാണ് തുടങ്ങുന്നതെങ്കിലും തത്വമാണ് ഉള്ളിലൂടെ സഞ്ചരിക്കുന്നത്. അങ്ങനെയാണല്ലോ വേണ്ടത്. അപ്പോ എഴുത്തച്ഛൻ പറഞ്ഞു തുടങ്ങുമ്പോ ശ്രീരാമചന്ദ്രനെ കുറിച്ച് അറിയാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് അങ്ങോട്ട് ചോദിക്കുകയാണ് പാർവതി. അപ്പൊ ശിവന്റെ മറുപടിയുണ്ട്. മുന്നേ നിന്നോടേതാരും ചോദ്യം ചെയ്തില്ല, ഞാനും നിന്നാണ് കേൾപ്പിച്ചതില്ലാരെയും ജീവനാണ്. ഒരു ഭർത്താവിന് ഭാര്യയെ വിളിക്കാവുന്ന ഏറ്റവും വലിയ സംബോധന എന്താണ് എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. മറ്റ് എതിരെ നിൽക്കുന്ന ആളിനോടുള്ള ആദരം എങ്ങനെയാണ് വേണ്ടത് എന്നാണ്. മര്യാദ പുരുഷോത്തമനായ ശ്രീരാമനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പൊ പറയുന്നവൻ ആ ക്വാളിറ്റി വേണം. ഇതാണ് തത്വം. ഗാന്ധിജിയെ പറ്റി കഥ അറിയാലോ. ഗാന്ധിജിയുടെ അടുത്തൊരു അമ്മ കൊച്ചിനെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഭയങ്കര ശർക്കര തീറ്റിയാണ്, അങ്ങ് പറഞ്ഞ് ശരിയാവുന്നു. 2 മാസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. 2 മാസം കഴിഞ്ഞ് വന്ന വെച്ച് പറഞ്ഞു, മോനെ നീ ഇത് ശർക്കര തിന്നല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഈ അമ്മ ഗാന്ധിജിയുടെ ചൂടായത്, ഇത് പറയാനാണെങ്കിൽ പിന്നെ 2 ദിവസം മുമ്പേ വന്നപ്പോൾ പറഞ്ഞാൽ മതിയായിരുന്നു. ഗാന്ധിജി പറഞ്ഞു, എനിക്ക് ഈ ശീലം ഉണ്ടായിരുന്നു, തീരും വരെ
ഞാൻ ഒന്ന് റെഡിയാക്കി എടുക്കണ്ടേ എന്നെ, എനിക്ക് അവരെ തിരുത്താനുള്ള യോഗ്യത ഉണ്ടാക്കണ്ടേ? അതിനു വേണ്ടിയിട്ട് ഞാൻ സ്വയം പരിശീലിച്ച് റെഡിയാക്കി ഞാൻ ഇപ്പൊ ശീലം ഒഴിവാക്കി, ഇനി എനിക്ക് ഉപദേശിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഉപദേശിച്ചത്. അതുപോലെ രാമനെ പോലൊരാളിനെ ലോകയെ ഗുണവാൻ കശ വീര്യവാൻ എന്നുള്ളതിന്റെ ഏക ഉത്തരമായ രാമനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ ആ ക്വാളിറ്റി തനിക്കുണ്ടാവണം. അങ്ങനെ ഒരാളാണ് താൻ എന്നത് ബോധ്യപ്പെടുത്തണം എന്നുള്ളത് കൊണ്ടാണ് ജീവനാഥയാണ്, എന്റെ ജീവന്റെ നാഥയായ പറയുന്നത്. അതിന് വേറെ റെഫറൻസ് കിടപ്പുണ്ട്, അത് ഞാൻ പറയുന്നില്ല. ശിവശക്തി സംയോഗം എന്നൊരു ഇത് കിടപ്പുണ്ട്. ആണ് ശക്തിയോടുകൂടി മാത്രം സംഭവനാകുന്ന ശിവൻ. അതുകൊണ്ടാണ് നമ്മൾ ഈ പിൻവിളക്കൊക്കെ കത്തിക്കുന്നത്. പിൻവിളക്ക് കത്തിച്ച സംഭവം ഉറപ്പാണെന്ന് ജ്യോത്സ്യന്മാര് പറയുന്നത്. എന്തെന്നറിയാമോ? ഈ പിൻവിളക്ക് കത്തിച്ച് എന്തായാലും നടക്കും. ധാരയിൽ നടക്കാത്തത് പിൻവിളക്ക് തീരും. കാരണം ആ റെക്കമെൻഡേഷൻ ശിവന് തടുക്കാൻ പറ്റാത്ത റെക്കമെൻഡേഷൻ ആണെന്നാണ് സാധാരണ പറയുന്നത്. അത് ഏതൊരു കെട്ടുറപ്പുള്ള കുടുംബ സങ്കല്പത്തിന്റെ പിന്നിലും മുന്നിലും ഒരു സ്ത്രീയുടെ അഭിപ്രായ സ്വാതന്ത്ര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ പിന്നിലെന്ന് മാത്രം പറഞ്ഞു നിർത്താത്തത് മുന്നിലും അങ്ങനെ തന്നെയാണെന്നുള്ളതാണ്. പാർവതി ശിവന്റെ ജീവിതത്തിൽ ഇടപെട്ടപ്പോഴെല്ലാം അദ്ദേഹം നന്നായിട്ടുണ്ട്. പല സന്ദർഭത്തിൽ അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്ന സ്ഥലം ചെയ്യാതിരുന്നപ്പോഴെല്ലാം ശിവന്റെ ജീവിതം സ്മൂത്തായി പോയിട്ടുണ്ട്. ഏത് സുഖത്തിലും ഏത് ദുഃഖത്തിലും ഒരുപോലെ കൂടെ അവതരിക്കും. അദ്ദേഹം പെരിച്ചാടിയായ പാർവതിക്ക് ഒരു പെരിച്ചാടിയാവും, കാട്ടാളനായ കാട്ടാളത്തിയാവും. ഏതിനും കൂടെ പോകുന്ന, ഒരുമിച്ച് സഞ്ചരിക്കുന്ന ശീലം ഉള്ളവർക്ക് മാത്രമേ പാണിഗ്രഹണം മന്ത്രാർത്ഥവും ഓർക്കണം. പ്രാണാവസാന കാലത്തിൽ പിരിയുമോ എന്ന് സീത പറയുന്ന ആ ഡയലോഗിന്റെ ആ കഥയുണ്ടല്ലോ, അത് കേൾക്കാനും പറയാനുള്ള യോഗ്യതയുള്ളൂ. ഏറ്റവും വലിയ കാര്യം. കാളിദാസന് എത്ര ദൈവങ്ങളുണ്ടെന്ന് അറിഞ്ഞൂടാത്തോണ്ടൊന്നും അല്ല. വാഗർത്ഥാവിയോ സംരക്തവും വാഗർത്ഥ പ്രതിപത്തയെ ജഗതപിതരോ വന്ദേ പാർവതി പരമേശ്വരവും എന്ന് എഴുതാൻ കാരണം വാക്കും അർത്ഥവും എങ്ങനെയാണോ ചേർന്നിരിക്കുന്നത് അതുപോലെ രാമായണം വാഗർത്ഥങ്ങളുടെ കേൾവിയുടെ പൂർത്തീകരണമാണ്. എല്ലായിടത്തും ഈ വാക്കിന്റെ സിമ്പലുകളാണ് വരുന്നത് മുഴുവൻ. ഈ വാഗർത്ഥ സംയോഗത്തിന്റെ ആദ്യത്തെ ഉദാഹരണങ്ങളാണ് ശിവപാർവതി സങ്കല്പം എന്ന് പറയുന്നത്. അവരാണ് ഈ കഥ പറയുന്നത്, ഓരോ ഇടത്തും ഇത് അവതരിപ്പിക്കുന്നത്. പിന്നെ വളരെ സൂക്ഷ്മമായി ചില ഫ്ലാഷ് ബാക്കുകൾ പറയുന്നുണ്ട് രാമായണത്തിൽ പലയിടങ്ങളിലും. ഒരു കഥ തന്നെ 3 വ്യക്തികൾ വളരെ കാര്യമായ രീതിയിൽ അവതരിപ്പിക്കുന്നു. നമുക്ക് ഒട്ടും തന്നെ ആവർത്തന വിരസത അനുഭവിപ്പിക്കാത്ത രീതിയിൽ അവതരിപ്പിക്കുന്നു. എന്നിട്ട് ഈ തുടക്കത്തിൽ കിളിയെ കൊണ്ട് പറയിച്ച് തുടങ്ങുന്നു. തുടക്കത്തിൽ ഈ രാമന്റെ ജനനം പറയുന്നു, അതിനുശേഷം അദ്ദേഹത്തിന്റെ വളർച്ച. ഈ ജനന സമയത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എഴുത്തച്ഛൻ സൂചിപ്പിക്കുന്നത്, ഞാനിത് പറയാൻ പോകുന്നത് സാധാരണ മനുഷ്യനെ കുറിച്ചല്ല എന്നാണ്. എഴുത്തച്ഛന് മുൻഗാമിയായി വാൽമീകി തന്നെ പറഞ്ഞിട്ടുള്ള രാമോ മാനവ എന്നാണ്, മനുഷ്യനാണ് രാമൻ. എന്നാൽ അങ്ങനെ തന്നെ അവതരിപ്പിച്ചാൽ കേരളത്തിൽ അന്നത്തെ മനുഷ്യർ ശ്രദ്ധിക്കുമായിരുന്നില്ല എന്നുള്ളതുകൊണ്ട് എഴുത്തച്ഛൻ ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ കടന്ന് എഴുത്തച്ഛൻ പറഞ്ഞു, മാനുഷനല്ല രാമൻ, മാനവസിദ്ധാമനെ മാനമില്ലാതെ പരമാത്മാവ് സദാനന്ദൻ. അദ്ദേഹത്തിന് മാനുഷൻ എന്ന് കൽപ്പിച്ചിടുമ്പോൾ അജ്ഞാനികൾ എന്നും കൂടെ പറഞ്ഞു വെച്ചു. അങ്ങനെ പറഞ്ഞാൽ അത് ചെയ്യില്ലല്ലോ, ഇങ്ങനെ കണക്കാക്കൂലല്ലോ. പണ്ട് ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഫ്രണ്ടിലിരിക്കുന്ന പിള്ളേരുടെ തലയിലിരിക്കുന്ന ഞോടും 2 പ്രാവശ്യം തിരിഞ്ഞു നോക്കുമ്പോഴുണ്ടായിരിക്കും. അപ്പൊ അവൻ ഇറക്കുന്ന ഒരു നമ്പർ ഉണ്ട്, ഇനി എന്നെ നോട് നമ്മൾ കഴുതാം എന്ന് പറയുമ്പോൾ നമ്മൾ മിണ്ടൂല, പിന്നെ ചെയ്യുകയില്ല. ഇതേ സെൻസിലാണ് എഴുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നത്. മാനുഷ്യനെന്ന് കൽപ്പിച്ചിടുമ്പോൾ അജ്ഞാനികളോ അവന്മാർ വിവരമില്ലാത്തവരെ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർ ഉണ്ടായിരിക്കും. നമ്മൾ വിവരമില്ലാത്തവരല്ലല്ലോ എന്നുള്ള ധാരണയിലാണ്. എല്ലാം അറിയാനാണല്ലോ നമ്മുടെ വിചാരം. നല്ലൊരു വെള്ളപ്പൊക്കം വന്നാൽ മതി, ഒഴിവ് കറവിക്കള്ളിൽ പോയി തിരിച്ചു വരാൻ. അങ്ങനെ ഒരു ഇതാണ് എഴുത്തച്ഛന്റെ ഭയങ്കര മനഃശാസ്ത്രം ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ടല്ലേ പലപ്പോഴും. ഇനി ആദ്യം തന്നെ ഈ കഥയുടെ പകുതിക്ക് ശേഷം എൻട്രി ചെയ്യേണ്ട ഹനുമാനെ സൃഷ്ടിക്കുന്നുണ്ട് അവിടെ ആ രംഗത്ത്. സീതയോട് ചോദിക്കുന്നത്, പുഷ്കര നേത്രേ ഹനുമാനെ നീ കണ്ടായില്ലേ
വിളിക്കുന്ന പേര് പുഷ്കര നേത്രം എന്നാണ്. പുഷ്കര നേത്രം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, താമരയുടെ പോലുള്ള നീണ്ട കണ്ണുള്ളവൾ. നീണ്ട കണ്ണുള്ളവൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ കണ്ണിന് അത്രയും നീളമൊന്നുമല്ല, ദീർഘദർശനമുള്ളവളെ എന്നാണ്. ഇവിടത്തെ നീണ്ട കണ്ണ് ദീർഘദർശനം. ഈ നമോസ്തുതേ വ്യാസ വിശാല ബുദ്ധേ ഭുല്ലാരവിന്ദായക പത്രനേത്ര എന്ന് വിളിക്കുന്നവരില്ലേ നിങ്ങളൊക്കെ? വ്യാസന്റെ കണ്ണ് അങ്ങനെ എഴുതുന്നത്. വ്യാസന്റെ നീണ്ടിടപെട്ട കണ്ണുകളാണോ പഴയ ശ്രീവലി ശാരദയുടെ കണ്ണുപോലെ? അല്ല. എന്തുകൊണ്ട് ഭുല്ലാരവിന്ദം എന്ന് പറയാൻ കാരണം ദീർഘദർശനമുള്ളവൻ കവി അങ്ങനെയാണ്. കവി വ്യക്തിത്വം കവിശ്രുതിക്കുന്ന ദീർഘദർശനമുള്ളവനാണ്. ദീർഘദർശനമുള്ള സീതയെ നീ ഹനുമാനെ കണ്ടോ? നിന്നിലും എന്നിലും ഉണ്ട് എല്ലാ നേരവും ഇവൻ. കാരണം എന്താ? വായുവാണ്. ശബ്ദത്തിന്റെ ആദ്യത്തെ ആധാര വസ്തുത വായുവാണ്. വായു നമ്മുടെ ശരീരത്തിൽ എവിടെ എവിടെയൊക്കെ തട്ടി തട്ടി സഞ്ചരിക്കുന്നതനുസരിച്ചാണ് നമ്മുടെ സ്വരം അനുനാസികവും താലവ്യവും ഒക്കെ ആയി മാറുന്നത്. ആധാരശേഷം വാക്കിന്റെ ആദ്യ സോഴ്സ് ആണ് ശബ്ദം. ആ ശബ്ദത്തിന്റെ അതിന്റെയും അഗാധമായ സോഴ്സ് ആണ് ശ്വാസം. അടുത്ത വലിയ പ്രത്യേകത, ഈ വാക്ക് കൊണ്ടാണ് എഴുത്തച്ഛനെ പരത്തുന്നത് മുഴുവൻ. ഈ ചൈതന്യമാണ് പരത്തുന്നത് മുഴുവൻ. ആ ചൈതന്യത്തിന്റെ തത്വമാണ് ഈ പരത്തുന്ന കാര്യങ്ങൾ മുഴുവൻ. എന്നിട്ട് ശ്രീരാമൻ അദ്ദേഹത്തിന്റെ ജനന സമയത്ത് കൗസല്യക്ക് വിരാട് പുരുഷ ദർശനം കൊടുക്കുമല്ലോ. വിരാട് പുരുഷ ദർശനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സഹസ്ര ശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദം എന്ന് തുടങ്ങുന്ന പുരുഷ സൂക്തം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ വിരാട് പുരുഷ ാണ് കേരളീയരെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. എപ്പോഴും അങ്ങനെയാണ്. മറ്റ് പ്രകാശങ്ങളില്ലാതെ വരുമ്പോഴേ നമ്മളൊരു പ്രധാന സോഴ്സിലേക്ക് വരുള്ളൂ. ആ നിലവിളക്കിന്റെ പ്രകാശമാകട്ടെ അതിന്റെ കൊടും മൂട്ടിൽ കിട്ടുകയും ഇല്ല, ദൂരോട്ട് അത് പ്രസരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ അമ്മ ഉണ്ടാക്കുന്ന കൂട്ടാന്റെ രുചി അറിയാതെ പോകുന്നതും പിന്നെ വലിയ ഹോട്ടലിൽ ചെന്ന് കഴിക്കുന്നതും. അതിന്റെ പ്രത്യേകത കൊടുംകൂട്ടിലെ രുചി കിട്ടില്ല. നമ്മൾ പറഞ്ഞു വന്നത്, വിരാട് പുരുഷ ദർശനം കൊടുക്കുമ്പോൾ കൗസല്യ പറയും, ഇങ്ങനെയൊന്നും നിൽക്കരുത്, എനിക്ക് പേടിയാണ്. കാരണം എനിക്ക് അന്ന് ഭാവിയിൽ ഒരു കുറ്റം ചെയ്യുമ്പോൾ വഴക്ക് പറയാൻ പോലും തോന്നൂല്ല. അതുകൊണ്ട് അങ്ങ് ബാലഭാവത്തെ കൈക്കൊണ്ടിടണം മടിയാതെ എന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. അപ്പോ കയ്യും കാലും കുടഞ്ഞ് കരഞ്ഞുകൊണ്ട് കുട്ടിയുടെ വേഷത്തിൽ, അങ്ങനെ പറയുന്നു, വേഷത്തിൽ അല്ലെങ്കിൽ ഭാവത്തിൽ അമ്മയെ രസിപ്പിക്കുന്നു, നാട്ടുകാരെല്ലാവരെയും രസിപ്പിക്കുന്നു. പക്ഷെ എഴുത്തച്ഛന്റെ പ്രയോഗം, ഒരുപാട് പ്രയോഗങ്ങളുണ്ട്, എനിക്ക് വിയോജിപ്പുണ്ട്. അതും കൂടെ പറയണമല്ലോ. അത് പിന്നീട് പഠിച്ചു വരുമ്പോഴാണല്ലോ ഇതൊക്കെ വരുന്നത്. എഴുത്തച്ഛന്റെ ഏറ്റവും നിസ്സാരമായ പ്രയോഗം, അത് നിങ്ങളെ പെൺകുട്ടികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. ഗർഭചിഹ്നങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോ ഈ കൗസല്യക്കും സുമിത്രയ്ക്കും കൈകേയിക്കും സൗന്ദര്യം വർദ്ധിച്ചു എന്ന് പറയുന്നതിന് പകരം എഴുത്തച്ഛൻ ഉപയോഗിക്കുന്ന വാക്ക് അല്പഭാഷിണിമാർക്കും വർദ്ധിച്ചു തേജസ്സേറ്റം എന്നാണ്. എന്നുവെച്ചാൽ പെണ്ണുങ്ങൾ കുറച്ചേ സംസാരിക്കാവുന്നതാണ്. പെണ്ണുങ്ങൾ കൂടുതൽ സംസാരിക്കരുത്, അല്പഭാഷിണിമാർക്കും വർദ്ധിച്ചു തേജസ്സേറ്റം എന്നാണ്. എന്നാൽ അതേസമയം ഈ കഥ കേൾക്കുന്ന പാർവതിയാണെങ്കിലോ, കൈലാസത്തിൽ ചില സമയത്ത് പാർവതി മാത്രമേ സംസാരിക്കൂ, ശിവൻ ഉണ്ടായിരിക്കും. അത് രണ്ട് തരം, അന്നുണ്ടായത് രണ്ട് തരം ദർശനങ്ങളാണ്. വൈഷ്ണവ സിദ്ധാന്തം അനുസരിച്ച് അല്പഭാഷണിയായിരുന്നു യുക്തം. ശൈവ സിദ്ധാന്തത്തിൽ അങ്ങനെയല്ല. ശൈവ സിദ്ധാന്തത്തിൽ സ്ത്രീകൾ ഉറക്കെ സംസാരിക്കും, സ്ത്രീകൾ പുരുഷനെ നിയന്ത്രിക്കും, ഇങ്ങനെ എല്ലാം പറഞ്ഞു കൊടുക്കും. ആ ശൈവ സിദ്ധാന്തത്തിന്റെ ആളായിരുന്ന ജനക മഹാരാജാവിന്റെ മകളായതുകൊണ്ടാണ് പാർവതി സീത 1.5 മണിക്കൂർ ശ്രീരാമന്റെ ഉപദേശം കേട്ടതിന് ശേഷം തിരിച്ചുപദേശിക്കാൻ, ശ്രീരാമന്റെ ഒറ്റ ഉപദേശം ഇങ്ങോട്ട് കേൾക്കുന്നുള്ളൂ, അത് സീതയുടെ മാത്രമാണ്. അത് കഴിഞ്ഞത് ആ ശൈവ സിദ്ധാന്തത്തിന്റെ തുടർച്ചയായി സീരധ്വജൻ വളർത്തിയതിന്റെ ഒരു പ്രത്യേകത കൊണ്ടാണ്. അത് ഓർമ്മ നമ്മൾ പറഞ്ഞു. ഏറ്റവും വലിയൊരു തത്വം എന്ന് പറഞ്ഞാൽ, രാമായണത്തിൽ ഓരോ കഥാപാത്രങ്ങളും ഓരോ തരം ജീവിതത്തിന്റെ സിമ്പലുകളാണ്. നേരത്തെ ഇവിടെ മേഡം പറഞ്ഞല്ലോ രാവണനെ കുറിച്ച്.
സകലമാന സിദ്ധികളുമുണ്ട്. മഹാദേവൻ ശിവന് പോലും വളരെയധികം സ്നേഹവും വാത്സല്യവും ഉണ്ട്. ശിവനോട് ഭയങ്കരമായ ഭക്തിയുള്ള ആളാണ് രാവണൻ. ജടാകടാകം ഒക്കെ എഴുതിയ ആളാണ്. അപ്പോ അങ്ങനെയുള്ള രാവണന് എന്തുകൊണ്ട് രാമനാൽ ബദ്ധ്യനാകേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ 100 ഗുണങ്ങൾക്കിടയിലുള്ള ഒരു ദോഷവും ഉണ്ടാകും. എന്താണെന്നറിയാമോ? എവിടെ നല്ലത് ഉണ്ടെങ്കിലും അടിച്ചോണ്ട് വരും. നല്ല ശീലമല്ല അത്. അങ്ങനെ നടന്നു പോകുമ്പോൾ വീട്ടിൽ നമുക്കൊട്ട് നിൽക്കണം, അടിച്ചോണ്ട് വരിക. ആ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. വിശന്ന് പറിച്ചിട്ടുണ്ട്. ഞാൻ ഈ സെൻസസ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എനിക്ക് മുറിഞ്ഞ ചെറുതിന്റെ വാർഡാണ് കിട്ടിയത്. കുറച്ച് വീടേ ഉള്ളൂ, 450 വീട്. അപ്പോൾ ഒരു പെട്ടിക്കട പോലും ഇല്ല. ആകെപ്പാടുള്ള റേഷൻ കടയാണ്. അവിടെ മണ്ണെടുത്ത് കുടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ റംബുട്ടാൻ ഇങ്ങനെ കുളിച്ചൊരുക്കി നിൽക്കും. അവരുടെ ചെന്ന് ചോദിക്കും, 3 എണ്ണം തരുമോ എന്ന് ചോദിക്കും. അവര് എന്താണ്, അവരുടെ വീട്ടുകാരൊക്കെ വളരെ ദയാപൂർവം പറിച്ചോളാൻ പറയും. അങ്ങനെ കഴിക്കും. അതല്ല, ഇത് മോഷിച്ചോണ്ട് വരിക. രാവണൻ എവിടെ കണ്ടാലും അടിച്ചോണ്ട് വരും. എല്ലാ ഗുണങ്ങളുടെ ഇടയിലുള്ള ഈ ഒരു ദോഷം അദ്ദേഹത്തെ കാര്യമായി ബാധിച്ചു. സീത അതുപോലെ ചെന്ന് കൊണ്ടുവന്നു. അതിന് എഴുത്തച്ഛൻ പറയുന്നൊരു തത്വമുണ്ട്. സാധാരണക്കാർക്ക് തോന്നാൻ വേണ്ടി, രാവണ നിഗ്രഹത്തിനൊരു ഹേതുവാകാൻ വേണ്ടി മാത്രം മായാസീതയെയാണ് കൊണ്ടുപോകുന്നത്. ഞാൻ ഈ സംഭവം കേൾക്കുന്നത്, ഞാൻ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നു. നേരത്തെ ഭജന കഴിഞ്ഞല്ലോ. ഞാൻ ഇതുപോലെ ഒരു ഭജനക്കാരനാണ്. അപ്പോൾ ഭജനയ്ക്ക് പോകുന്ന സമയത്ത് ഒരു ഭജനപ്പാട്ടുകാരൻ പാടുകയാണ്, മായാസീതയെ തേടി വാനരഗണം കൂടി പോയൊരു ഹനുമാൻ സ്വാമിക്ക് ജയ് പാടുന്നു. എന്റെ നാട്ടിൽ മുറുക്കാങ്കൾ നടന്ന ബാലകൃഷ്ണനാണ് പാടുന്നത്. ഞാൻ ചോദിച്ചു, മായാസീത അപ്പൊ ഒറിജിനൽ സീത വേറെ ഉണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഉണ്ട്. ഇന്നത്തെ കാലത്ത് ആളുടെ വിവരം ആലോചിച്ചു, ഉണ്ട്. അഗ്നിയിൽ മറഞ്ഞിരിക്കുകയാണ്. പിന്നീടുള്ള വായന എനിക്കത് ബോധ്യപ്പെട്ടു. ശ്രീരാമൻ പറയുന്നത്, രാവണവധം കഴിഞ്ഞു കൂടുവോളം നീ അഗ്നിയിൽ മറഞ്ഞിരിക്കണമെന്നാണ്. അത് ഈ വേദത്തില് സീത എന്നതിന് ഒരു മന്ത്രമുണ്ട്. സീത വേദകാലം മുതൽ ഈ മന്ത്രമുണ്ട്. അത് ഈ സർവത്തിനെയും ജനിപ്പിക്കുന്നവൾ, സർവത്തിനെയും പുലർത്തുന്നവൾ എന്ന അർത്ഥത്തിലൊരു മന്ത്രമുണ്ട്. ദേവേന്ദ്രന് സുബ്രഹ്മണ്യ മന്ത്രത്തിൽ സ്ഥാനമുള്ളതുപോലെ വേദത്തിൽ ഒരു മന്ത്രമുണ്ട്. തൈത്തിരീയാരണ്യകത്തിലാണെന്ന് തോന്നുന്നു ദേവേന്ദ്രന്റെ സുബ്രഹ്മണ്യ ഭാവത്തിൽ പ്രാർത്ഥിക്കുന്നത്. അതിനകത്താണ് അഹല്യാചാര എന്ന മന്ത്രമുള്ളത്. അത് ഞാൻ വഴിയെ പറയാം. ഈ സീത യഥാർത്ഥ സീതയല്ല എന്ന തിരിച്ചറിവ് രാമനുണ്ട്. അങ്ങനെ യഥാർത്ഥ സീതയല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ രാവണവധത്തിന് വേണ്ടി പോകാൻ തോന്നില്ല. എന്റെ ആളിത് ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് തോന്നുന്നു. അപ്പോഴാണ് ലക്ഷ്മണനെ പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഞാൻ മാനുഷഭാവത്തിൽ വിലപിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ ശ്രീരാമൻ വിലപിക്കുന്ന ഒരു രംഗമുണ്ട്. വൃക്ഷസഞ്ചയങ്ങളെ നിങ്ങളുണ്ടോ കണ്ടോ ഭക്ഷണലേക്ഷണയാമൻ ദേവിയെ സത്യം ചൊല്ലുവിൻ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ് മരങ്ങളോട് പോലും ഭ്രാന്തചിത്തനായി കരഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു രംഗമുണ്ട് രാമന്റെ. അപ്പൊ കാണുന്നവർ വിചാരിക്കും ഇതായിരിക്കും ശരിയെന്ന്. പക്ഷെ ഇതല്ല ശരി. കാരണം ഈ 2 ജീവിതവും കാണിച്ചു തരുന്നതെന്നറിയാമോ? മായാവിലാസമുള്ളൊരു ലോകത്തിൽ അങ്ങനെ ജീവിച്ച് കാണിക്കണം. കാരണം മനുഷ്യന്മാരെ മനുഷ്യനായ ഈശ്വരൻ എന്ന് പറയുന്നത് മാനുഷിക ഭാവത്തിലാണ് ഒരു വശത്ത്, എന്നാൽ ജ്ഞാനാത്മക ഭാവത്തിലാണ് മറുവശത്ത്. ആ മറുവശം ബോധ്യമാകുന്ന അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോഴാണ്. ഇതിലേക്ക് എത്താൻ, അതായത് സീതയെ സ്വയംവരം ചെയ്യുന്നതിന് മുമ്പ് തന്നെ രാമൻ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ചെയ്തിട്ടാണ് വരുന്നത്. ഏതൊക്കെയായിരുന്നു ആ 2 കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ഒന്ന്, താരക എന്ന പേരായ ഒരു യക്ഷിയെ താടക എന്ന രൂപത്തിലായ രാക്ഷസിയായി മാറിയതിന് ശേഷം അവളെ വധിക്കുന്നു. താരക സുന്ദന്റെ ഭാര്യയാണ്, നിങ്ങൾക്കറിയാം. സുന്ദൻ നാളിന്റെ ഭാര്യയാണ് താരക. താരകയുടെ 2 മക്കളാണ് മാരീചനും സുബാഹുവും.
അങ്ങനെ ഈ താരക ശാപം നിമിത്തമാണ് താടകയായി മാറുന്നത്. താടക കാട്ടിൽ താമസിക്കുന്നു, ഈ താടകയെ വധിക്കുന്നു. കാരണം അന്തരീക്ഷത്തെ പ്രതിരോധിക്കുന്ന എന്താണ് അപശകുനജനകമായ വാക്കാണ് താടക. അതിനെ നിരോധിച്ചുകൊണ്ടാണ് അഹല്യയിലേക്ക് എത്തുന്നത്. അഹല്യ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഹല്യം ചെയ്യാത്ത ഭൂമിയാണ് അഹല്യ. ഒരേ സമയം ഈ വാൽമീകി രാമായണത്തില് അഹല്യയുടെ കഥ ഇങ്ങനെയല്ല പറയുന്നത്. അഹല്യയെ ഗൗതമൻ ശപിക്കുന്നത് സഹസ്രാബ്ദങ്ങൾ വായു മാത്രം ഭക്ഷിച്ച് വെണ്ണീറായി കിടക്കാനാണ് ശപിക്കുന്നത്. വാൽമീകി രാമായണത്തിലെ കല്ലാക്കുന്ന രംഭയെയാണ്, ആ കഥ വേറെയാണ്. ഇവിടെ അഹല്യ ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു കല്ലായി കിടക്കുന്നു. അവിടെ അഹല്യ സങ്കല്പം എന്ന് പറഞ്ഞാൽ ഹല്യം ചെയ്യാത്ത ഭൂമി എന്നത് ഒരർത്ഥം. അതിനെ മറ്റൊരു തത്വമുണ്ട്. നമ്മുടെ മനസ്സിൽ തന്നെയുള്ള, മനുഷ്യ മനസ്സിൽ തന്നെയുള്ള ലൗകികതയെ കട്ട പിടിച്ച് കിടക്കുകയാണ്. അതിലേക്കാണ് ശ്രീപാദാംബുജം മെല്ലെ വച്ചത് രാമദേവൻ എന്ന് പറയുന്നത്. കട്ട പിടിച്ചു കിടക്കുന്ന ലൗകിക ബോധത്തിലേക്ക് ശ്രീരാമൻ എന്ന ആത്മതത്വത്തിന്റെ പാദം സ്പർശിക്കുമ്പോൾ ഉണ്ടാകുന്ന പുനർജന്മമാണ് യഥാർത്ഥ അഹല്യയുടെ മോക്ഷം. ആണ് ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് എന്റെ തത്വം എന്ന് പറയുന്നത്. അഹല്യയുടെ യഥാർത്ഥ മോക്ഷം അതാണ്. ഈ ലൗകികതയിൽ നിന്നുമുള്ള ഏറ്റവും ഉയർന്ന രീതിയിലുള്ള ഒരു മോക്ഷമാണ് അഹല്യയ്ക്ക് സംഭവിക്കുന്നത്. ഇനി മറ്റൊരർത്ഥത്തിൽ, കാർഷിക രീതിയിലുള്ള അർത്ഥത്തിൽ എടുത്താൽ, ഹല്യം ചെയ്യാത്ത ഭൂമിയാണ് അഹല്യ എന്നത് ഒരു കാര്യം. ദേവേന്ദ്രൻ അഹല്യയെ പ്രാപിച്ചു എന്ന് വെച്ചാൽ ഒരു കാലത്ത് ഒന്നുകിൽ അതിവൃഷ്ടി കൊണ്ട് മുങ്ങിപ്പോയിരുന്ന ഒരു ഭൂമി, അല്ലെങ്കിൽ മഴ പെയ്തിട്ടും ഫലിക്കാത്ത ഭൂമി. ഈ രണ്ട് സ്ഥലങ്ങളിലുമാണ് ശ്രീരാമൻ രംഗപ്രവേശം ചെയ്തത്. കാരണം ശ്രീരാമന്റെ അച്ഛൻ ദശരഥൻ നികുതി പിരിച്ചിരുന്നത് ഭൂരിഭാഗവും നികുതി കിട്ടിയിരുന്നത് കർഷകരിൽ നിന്നാണ്. 20% നികുതിയായി, 1/5 എന്നാണ് പറയുന്നത് വാൽമീകി രാമായണം. 20% നികുതി കിട്ടിയിരുന്നത് ഭൂരിഭാഗവും കർഷകരിൽ നിന്നാണ്. വിവിധ ഇനം കൃഷി രീതികൾ ഉണ്ടായിരുന്നു അവിടെ. നിങ്ങളുടെ നാട് പോലെയല്ല, കരിമ്പ് കൃഷിയൊക്കെ ഉണ്ടായിരുന്നു പറയുന്നത്. ഇക്ഷ്വാകു വംശമാണ്. ഇക്ഷു എന്ന് വെച്ചാൽ കരിമ്പാണ്, കരിമ്പ് കൃഷിക്കാരായിരുന്നു. അതാണല്ലേ ഈ രഥം വാഹനമാകാനുള്ള കാരണമാണ്. ബാക്ക് ഓപ്പൺ ആയിട്ടുള്ള ഒരു വാഹനമാണ്. നമ്മുടെ ഈ പെട്ടിയോട്ടയിലൊക്കെ കരിമ്പൊക്കെ വെട്ടിയിട്ട് കൊണ്ടുപോകുമ്പോൾ പാകത്തിനുള്ള വാഹനമാണ്. അങ്ങനെ വേണമല്ലേ കണക്കാക്കാൻ, അല്ല യുദ്ധം ചെയ്യാൻ മാത്രമുള്ളതല്ല. ഈ കരിമ്പ് കൃഷി അടക്കമുള്ള വിവിധ കൃഷി രീതികൾ അറിയാവുന്നതാണ്. എന്നുവെച്ചാൽ ഊഷരമായിരിക്കുന്നതിന് ഉർവരമാക്കാൻ സാധിക്കുന്നവനാണ് ഈശ്വരൻ എന്ന അർത്ഥത്തിലാണ് അത് വരുന്നത്. അത് ഊഷരമായത് എന്തുമാണ്? സ്നേഹം കൊണ്ട് ഊഷരമായ മനസ്സുള്ള ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? വലിയ പണ്ഡിതന്മാരൊക്കെ ആയിരിക്കും, പക്ഷെ പാവപ്പെട്ടവന്ന പത്തിന് കൊടുക്കില്ല. വല്ല കാര്യമുള്ളൂ ഈ പാണ്ഡിത്യം? ഒന്നുമില്ല. പാവപ്പെട്ടവന്ന് വരുന്നതിന് ആഹാരം ചോദിച്ചാൽ വീട്ടിലെ മുറ്റം പട്ടി കഴിച്ചുള്ളൂ. അങ്ങനെയുള്ളവർ രാമായണം പഠിക്കുന്നതെന്നാണ് എന്റെ പക്ഷം. ഈ ഞാൻ കണ്ടിട്ടുള്ള ചില ഭഗവത്ഗീത ക്ലാസ്സുകളൊക്കെ ഭയങ്കര രസമാണ്. ഈ ഭഗവത്ഗീത ക്ലാസ്സിൽ നേരത്തെ ആളുകൾ വരും, വന്നിട്ട് ഇവരുടെ ബാഗിനെ കൊണ്ടുവന്ന് അപ്പുറത്തെ കസേരി വയ്ക്കും. അപ്പൊ വേറെ ആരെങ്കിലും വരുമ്പോൾ പറയും ഇവിടെ ആളുണ്ട്. ഞാൻ നിരീക്ഷിക്കുകയാണ്, ഇവിടെ ആളുണ്ട്. ഇവരൊക്കെ വളരെ മാനസിക ഐക്യമുള്ള ആളുകൾ വരുമല്ലോ. അപ്പൊ ഈ ബാഗ് എടുത്തിട്ട് മറ്റവരവിടെ ഇരുത്തുന്നു. എത്രയോ സ്ഥലത്ത് ഞാൻ കണ്ടിരിക്കുന്നു. ഇങ്ങനെ ഉള്ളവരാണ് സമലോഷ്ടാശ്മ കാഞ്ചന എന്നാണ് പഠിക്കുന്നത്. കല്ലും സ്വർണ്ണവും ഒരുപോലെ. രാമായണത്തിലുണ്ടല്ലോ ശ്ലോഷ്ടാശ്മ കാഞ്ചന സന്നിഭന്മാരെയാണ് പഠിക്കുന്നത്. ഇന്ന് കാണുന്ന ഈ ശരീരത്തിന് നാളെ ഉണ്ടാവുന്ന ഒരു ഉറപ്പുമില്ല. അപ്പോഴാണ് വേറൊരു വന്നിട്ട് ഇരുന്നോട്ടെന്ന് ഇവിടെ ആളുകൊണ്ടുവന്നു സ്വന്തം സ്ഥലം പോലെ. സന്ദർഭവശാൽ സൂചിപ്പിച്ചതെന്നുള്ളതേ ഉള്ളൂ. ജൈവികമായിട്ട് വേണമല്ലോ ഇത് പോകാൻ. അതുകൊണ്ട് അധ്യാത്മരാമായണം മൂലകൃതിയിൽ നിന്നും ഒരുപാട് വ്യത്യാസം വരുത്തിയിട്ടാണ് എഴുത്തച്ഛന്റെ ചില പ്രയോഗങ്ങളൊക്കെ. രസകരമായ പ്രയോഗങ്ങളുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. ഈ
അധ്യാത്മ രാമായണത്തിലെ ഒരു വരിയുണ്ട്, സ്വപ്നോപമം സ്ത്രീ സുഖം ആയുരൽപ്പം എന്നൊരു പ്രയോഗമുണ്ട്. സ്വപ്നോപമം സ്ത്രീ സുഖം ആയുരൽപ്പം. അതിന് എഴുത്തച്ഛൻ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് സ്വപ്ന സമാനം കളത്ര സുഖം അല്പം ആയുസ്സും നിരൂപിക്ക ലക്ഷ്മണ. സ്വപ്നോപമം സ്ത്രീ സുഖം ആയുരൽപ്പം എന്ന് പറഞ്ഞാൽ അത് ഏത് സ്ത്രീയോടും ആകാം. എഴുത്തച്ഛൻ പറഞ്ഞത് അത് പാടില്ല, അവനവൻ്റെ ആവാവൂ. സ്വപ്ന സമാനം കളത്ര സുഖം അവനവന്റെ ഭാര്യയോട് മാത്രമേ ആകാവൂ. അത് തിരിച്ച് മറഞ്ഞുപോയ സംസ്കാരത്തെ തിരിച്ചു കൊണ്ടുവരാൻ എഴുത്തച്ഛൻ ശ്രമിച്ച ഒരു പ്രധാനപ്പെട്ട ശ്രമമാണ്. അവസാനത്തെ ഫലശ്രുതിയിൽ വരെ ഇതുണ്ട്. ഇന്ദ്രിയ നിഗ്രഹമുണ്ട് എല്ലാവരും, നോക്കുമാറില്ല പരതാരത്തെ ആരുമേ. എന്നിട്ട് ഒരു വാക്കുകൂടെ ഉണ്ട്, നന്ദനന്മാരെ പിതാവ് രക്ഷിക്കുന്ന വണ്ണം പ്രജകളെ രക്ഷിച്ചു രാഘവൻ. എന്തുകൊണ്ടായിരിക്കും നന്ദനമാരെ പറയാത്തതെന്ന് ഞാൻ ആലോചിച്ചു. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? പിതാവ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. നന്ദനമാരുടെ ജീവിതത്തിൽ പിതാവ് അന്ധനാണ്, സ്നേഹമുണ്ട്. പക്ഷെ നന്ദനന്മാരുടെ കാര്യത്തിൽ അങ്ങനെയല്ല. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോളും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോനും ഉള്ള ഒരു അച്ഛൻ രണ്ടുപേർക്കും കോമ്പോസിഷൻ ബുക്ക് വാങ്ങിക്കാൻ വേണ്ടി 20 രൂപ കൊടുത്തയച്ചു എന്ന് വിചാരിക്കുക. മോൾക്ക് പൈസ കൊടുത്തിട്ട് അച്ഛൻ അങ്ങ് മറക്കും, മോന് പൈസ കൊടുത്ത അച്ഛൻ ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കും. അല്ലേ? അതാണ് ആ വാക്കിന്റെ തത്വം. അവിടെയാണ് കിടക്കുന്നത്. നന്ദനന്മാരെ പിതാവ് രക്ഷിക്കുന്ന വണ്ണമെന്ന് വെച്ചാൽ അവൻ ഈ നികുതി പണം ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, ഞാൻ കൊടുക്കുന്ന എല്ലാ സൗകര്യങ്ങളും ഉപയോഗിക്കുന്നുണ്ടോ, അവൻ ആരെങ്കിലും വില വയ്ക്കുന്നുണ്ടോ, മറ്റവൻ എന്തെങ്കിലും പിടിച്ചു പറിക്കുന്നുണ്ടോ, ഇവൻ എന്താ ചെയ്യുന്നത്, ഇങ്ങനെ രാജാവ് മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് പഴയ രാജാക്കന്മാരൊക്കെ വേഷന്മാർ നടക്കുന്നത്. വേഷന്മാർ നടക്കുകയും അവരെ ഈ ജനങ്ങളുടെ എല്ലാ തരം ജീവിതങ്ങളും അനുഭവിക്കുകയൊക്കെ ചെയ്യും. ഇപ്പോഴത്തെ പോലെ കാറിൽ വന്ന് ഗ്ലാസ് താഴ്ത്തിട്ട് നോക്കിയിട്ട് പോകില്ല. എന്നിട്ട് അവിടെ ഇതൊക്കെ ചെയ്യണം കേട്ടോ, അങ്ങനെ ചെയ്യില്ല. എന്നിട്ട് സസ്യസമ്പൂർണമായി വന്നു പ്രകൃതിയിൽ. ഒരു ഭരണാധികാരിയുടെ ക്വാളിറ്റി പ്രകൃതിയിൽ നിന്ന് അറിയാൻ പറ്റുമെന്ന് ഇപ്പോഴത്തെ കാര്യമല്ല, ഒരു കാലത്തെയും കാര്യമല്ല. അതിപ്പോഴത്തെ കാലാവസ്ഥയിൽ ആരും ഉത്തരവാദികളല്ല. നമ്മൾ മുറിച്ച് മാറ്റിയ മരങ്ങൾ ആത്മാവ് കൊണ്ട് ശപിച്ചതിന്റെ ഫലമാണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വേറെ കാര്യം. അങ്ങനെയല്ല, ഭരണാധികാരിയുടെ ഗുണം ദോഷമൊക്കെ പ്രകൃതിയിൽ ബാധിക്കുന്നുണ്ട്. ലോമപാതന്റെ കഥ നമുക്കറിയാം. ലോമപാതന് സംഭവിച്ചു പോയ ചെറിയ ചെറിയ ചില പ്രശ്നങ്ങൾ കാരണമാണ് ഊഷരമായ അവസ്ഥ ഉണ്ടാകുന്നതും. പിന്നെ അത് ഋഷ്യശൃംഖനാൽ അത് മാറ്റപ്പെടുകയും നമുക്കറിയാം. ഋഷ്യശൃംഖല ഈ കുടുംബത്തിൽപ്പെട്ടതാണല്ലോ. ദശരഥന്റെ മരുമകനാണല്ലോ ഋഷ്യശൃംഖല. ദശരഥന്റെ മകളുടെ ഭർത്താവാണ്. ദശരഥന്റെ ഒരു മകള് ഉണ്ടെന്ന് നമുക്കറിയാം, ശാന്ത എന്നാണ് പേര്. ഈ ശാന്തയെ ദശരഥൻ തന്റെ സുഹൃത്തായ ലോമപാത മഹാരാജാവിന് മക്കളില്ലാത്തതുകൊണ്ട് ദാനം ചെയ്തതാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെയുള്ള ഏതോ ഒരു പ്രാദേശിക രാമായണത്തിലൊരു കഥയുണ്ട് കേട്ടോ. ശ്രീരാമന്റെ കല്യാണ സമയത്ത് ഇങ്ങനെ പിറകോട്ട് നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ സഹോദരിയുടെ സ്ഥാനത്ത് ഏതോ ഒരു തോഴി നിന്നിട്ടാണ് ഈ കർമ്മം ചെയ്യുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ദശരഥനോട് ശ്രീരാമൻ ചോദിക്കുന്ന ഒരു ചോദ്യം ആ പ്രാദേശിക രാമായണത്തിൽ പറയുന്നുണ്ട്. അച്ഛ എന്തിനാ എന്റെ ചേച്ചി വിറ്റ് കളഞ്ഞത് എന്ന് ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. ദശരഥൻ ഒന്നും പറയാൻ പറ്റും, എന്ത് പറയും അതുകൊണ്ട്. എന്തിനാ എന്റെ മൂത്ത ചേച്ചി വിറ്റ് കളഞ്ഞത്, ഞങ്ങൾക്ക് 4ാമതൊരു അമ്മയും കൂടെ കിട്ടുമായിരുന്നത് അച്ഛൻ നഷ്ടപ്പെടുത്തിയില്ലേ. ഏതാണ്ട് ആ ചോദ്യത്തിന്റെ കൂടെ ആഴമാണ് പുണ്ണിൽ ഒരു കൊള്ളി വയ്ക്കുന്നത് പോലെ പുണ്യമില്ലാതെ മാം ഖേദിപ്പിയായത് എന്ന് പറയുമ്പോൾ എനിക്ക് ആ കടലിൽ കൂടെ ചേർത്താണ് കത്തുന്നത്. സത്യം പറഞ്ഞാൽ ഒരു വീട്ടിലെ മൂത്ത പെൺകുട്ടി ഈ 4 അനിയന്മാരെയും തോളിലെടുത്ത് നടക്കേണ്ടവൾ. എന്തിനാണ് അച്ഛൻ ചെയ്തത്? അന്നത്തെ രീതി അനുസരിച്ചാണ്. അതുകൊണ്ട് ദശരഥനൊന്നും മറുപടിയില്ല. അതാണ് വ്യത്യസ്ത രാമായണങ്ങളെന്ന് മേടവിടെ പറഞ്ഞില്ലേ. രാമായണത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്, വ്യത്യസ്ത മഹാഭാരതങ്ങളില്ല. രാമായണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരുപാട് ഇന്റർടെക്ച്വൽ ആണ്. അത് അകവിധാനങ്ങളിൽ ഒരുപാട് 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 ഇതൾനീർത്തി വരുന്ന 1000 ഇതിലുള്ള താമര പോലെയുള്ള ഒരു കൃതിയാണത്. അതുകൊണ്ട് ഓരോരുത്തരായിരിക്കും നായകൻ. ചൈനയിലൊരു രാമായണമുണ്ട്, ഹനുമാനാണ് നായകൻ, രാമനല്ല. ചൈന നായകൻ ഹനുമാനാണ്. ചൈനക്കാരുടെ പ്രത്യേകത അറിയാം. വൈലപ്പള്ളി എഴുതിയ പോലെ ഏറെ മുഖച്ചുള്ളി പോലും ചൈനയിൽ എല്ലാവരും കണ്ട ഒരുപോലെ ഇരിക്കും. വാനന്മാരുടെ അവസ്ഥ അതാണ് ഇപ്പോഴും.
സാമുവൽ ഹാനിമാൻ എന്നൊരാള് കേരളത്തിൽ വന്നിട്ട് പോയത് നമ്മൾ ചരിത്രം പഠിച്ചിട്ടുണ്ട് അല്ലേ? ഹനുമാൻ ചൈനയിലെ നേതാവ്. നാടോടി രാമായണത്തിൽ അങ്ങനെയല്ല. നാടോടി രാമായണത്തിൽ സീതയെക്കാൾ വലിയ സ്ഥാനത്ത് പ്രവേശിച്ചിരിക്കുന്ന ഊർമിളയാണ്. കാരണം നാടോടികളിൽ പെണ്ണുങ്ങൾ പണി ചെയ്ത് കുടുംബം പുലർത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ ഭർത്താവിനോട് ഇറങ്ങിത്തിരിക്കാതെ കുടുംബത്തിൽ നിന്ന് പണി ചെയ്ത് കുടുംബത്തിനെ പരിരക്ഷിച്ച് തിരിച്ചു വരുമ്പോൾ കേരളത്തിന്റെ വീടുണ്ടാക്കി വെച്ചിരുന്ന സ്ത്രീയെ ശ്രീരാമൻ ആദരിക്കുന്ന ഒരു കഥ പറയുന്നുണ്ട്. തൊട്ട് തൊഴും ശ്രീരാമൻ ഊർമിളയെ. അപ്പൊ പറയും, വീട് പാലിക്കുന്ന സ്ത്രീയെ ആദരിക്കാനുള്ള മനസ്സുള്ളവനാണ് നല്ല മനുഷ്യൻ എന്ന് പറയും. അതുകൊണ്ടാണ് അതിപ്പോഴും ലൈവായി നിൽക്കുന്നത്. ആന്തരിക കഥകളുടെ വികാസം കൊണ്ടാണ് ഇപ്പോഴും ഇത് നിൽക്കുന്നത്. ഏത് കഥാപാത്രത്തിലും കാലത്തിനപ്പുറം നിൽക്കുന്ന ചില യുക്തികളും ചില തത്വബോധങ്ങളും ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സീതാ സ്വയംവരം നടന്ന് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴുണ്ടാകുന്ന ഒരു, ഞാൻ സാധാരണ പിള്ളേരോട് പറയാറുണ്ട്, റോഡ് ബ്ലോക്ക് അല്ലേ? പരശുരാമൻ വന്ന് തടഞ്ഞു നിർത്തിയിട്ട് ചോദിക്കില്ല, ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമൻ ഈ ത്രിഭുവനത്തെങ്കിൽ? നേരത്തെ പറഞ്ഞതിന്റെ വേറൊരു ഘട്ടമാണ്. പരശുരാമനോളം വലിയ പണ്ഡിതനില്ല. ശിവന്റെ നേരിട്ട് ശിഷ്യത്വം സ്വീകരിച്ച ആളാണ് പരശുരാമൻ. ശിവനെങ്ങനെ എല്ലാവരും പഠിപ്പിക്കുന്ന ആളൊന്നുമല്ല. അപാരമായ തത്വബോധമുള്ള ജ്ഞാനിയായ ആളാണ് പരശുരാമൻ. അദ്ദേഹം വന്ന് തടയുന്നു. അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു ഭ്രമം ബാധിച്ചിട്ട് അദ്ദേഹം വന്ന് തടയുകയാണ്. ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമൻ ഈ ത്രിഭുവനത്തെങ്കിൽ എന്ന് ചോദിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ തന്നെ സ്വാഭാവികമായ യാത്രയ്ക്ക് എതിര് നിൽക്കുന്ന നമ്മുടെ തന്നെ അബദ്ധ വികാരങ്ങളുടെ സിമ്പലാണ് പരശുരാമൻ. ഈ അബദ്ധ വികാരങ്ങളുടെ സിമ്പലായ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഭാർഗവരാമൻ സമാധിച്ചു വച്ചിട്ടുള്ള എല്ലാത്തിന്റെയും നേരെ രാമാസ്ത്രം എന്ന വിശേഷ ചിന്ത സഞ്ചരിച്ചതിനെ ഏത് മുറിക്കുമ്പോഴാണ് ഇത് എന്നാണ് സുന്ദരമായും സംശുദ്ധമായും മാറുകയും തുടർന്ന് നല്ലൊരു ജീവിതത്തിനായി തിരിച്ചു പോവുകയും ചെയ്യുന്നത്. പരശുരാമൻ തടയുമല്ലോ. തടഞ്ഞിട്ട് ചോദിക്കുമ്പോൾ ശ്രീരാമൻ അല്ല ആദ്യം ഇറങ്ങുന്നത്, ആദ്യം ദശരഥനാണ് ഇറങ്ങുന്നത്. ദശരഥൻ വഴി പറയും, പിള്ളേരാണ്, 12 വയസ്സായതേ ഉള്ളൂ, ഒന്നും അറിഞ്ഞൂടാ, ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് ശവിച്ചതായത് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് നിന്നോടല്ല സംസാരിക്കാറുള്ളത്, അവൻ ഇറക്കിയോട്ടെന്ന് പറയും. അപ്പോൾ ശ്രീരാമചന്ദ്രൻ വന്നിട്ട് അങ്ങനെ പോലെ വളരെ മഹാനുഭാവന്മാരായുള്ള ജനം വല്ലാതെ ബാലന്മാരോട് ഇങ്ങനെ തുടങ്ങിയാൽ ആശ്രയം എന്തോന്നുള്ളൂ ഞങ്ങൾക്ക്? സ്വാശ്രമ കുലധർമ്മം എങ്ങനെ പാലിക്കുന്നു? ഞങ്ങളുടെ വർണ്ണാശ്രമം ധർമ്മം പാലിച്ചു പോകണ്ടേ? അതിനുള്ളൊരു പ്രധാനപ്പെട്ട കണ്ണിയാണല്ലോ ഗാർഹസ്ഥ്യം. അതിലേക്ക് ഞാൻ കാലെടുത്ത് വെച്ച് മിനിറ്റുകളായതേ ഉള്ളൂ, 1 മണിക്കൂർ തികഞ്ഞില്ല. അതിനു മുമ്പ് അങ്ങ് അതിനെ രോധിക്കാൻ ഒന്ന് നിൽക്കുകയാണോ എന്ന് ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പൊ പറയും, ഈ സംസാരമൊന്നും വേണ്ട, നീയല്ലോ ബലാൽ ശൈവചാപം ഖണ്ഡിച്ചത്, എന്റെ കയ്യിലുള്ള ഒരു ചാപം വൈഷ്ണവം മഹാസാരം, അതിനൊടിച്ചു കാണിക്കാൻ പറഞ്ഞു. ശൈവചാപം ഖണ്ഡിച്ചത് പോലും അഹങ്കാരത്തല്ലെന്ന് നമുക്കറിയാം. ചന്ദ്രശേഖരനുടെ പള്ളിയിൽ കണ്ട് രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ട് വന്ദിച്ചിട്ടുള്ളതാണ്. വേറെ ഗതിയില്ലാത്തതുകൊണ്ട് ഓടിച്ചോണ്ടോ എന്നാണ് എന്റെ അർത്ഥം. മലയാളം അവിടെ ആനന്ദം ഉൾക്കൊണ്ട് വന്ദിച്ചിട്ടു എന്ന് പറഞ്ഞാൽ വേറെ കല്യാണം നടക്കാൻ വഴിയില്ല, നിങ്ങൾ ഓടിച്ചോണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയാണ് ഓടിച്ചത്. അവിടുന്ന് തിരിച്ചു വരുമ്പോ രോധിച്ചിട്ട് എതിർക്കുമ്പോ പറയുന്നുണ്ട്, വില്ലിങ് തന്നാലും ഞാൻ ആകിലോ ശ്രമിച്ചിടാം. ശസ്ത്രാസ്ത്ര പ്രയോഗത്തിൽ സാമർഥ്യമില്ലല്ലോ എന്നാണ് പറയുന്നത്. ശബ്ദഭേദി ബാണം അയക്കാൻ കഴിവുള്ള കുടുംബത്തിലെ കുട്ടിയാണ്. അജതനയ തനയ ശരസമം അധിക സാഹസാരദ്ദീവപശ്യാമി രാമഭക്തിമഹം പ്രണതജന ബഹുജന മരണഹരനാമകം പ്രാണപ്രയാണകാലെ നിരൂപിപ്പവൻ ജന്യമരണ ജലനിധിയെ വിലകൊണ്ട് കിടക്കുമെന്നാണല്ലോ ഹനുമാൻ, അല്ലേ? അങ്ങനെയാണ് ഹനുമാൻ പറയുന്നത്. അജ തനയ ശരസമം, അജന്റെ മകന്റെ മകൻ ഏത് അമ്പ് പോലെ ഞാൻ പോകുന്നു. ഏത് പാരമ്പര്യത്തിൽ എവിടെ തുടങ്ങിയെന്ന് ആലോചിച്ചു. ഇവരെല്ലാം കുടുംബത്തോടുകൂടി ഒരു ശബ്ദം കേട്ടാൽ പോലും അവിടെ അമ്പെയ്ത കൊള്ളിക്കാൻ പാടുള്ള പാരമ്പര്യ ബലമുള്ളവരാണ്. എന്നിട്ടും അദ്ദേഹത്തിന് അഹങ്കാരം ബാധിച്ചിട്ടേ ഇല്ല. അദ്ദേഹം പറയുന്നത് ശസ്ത്രാസ്ത്ര പ്രയോഗത്തിൽ പ്രാവീണ്യമില്ലല്ലോ താനും എന്നാണ്. കാരണം മുമ്പേ നിൽക്കുന്ന ആള് പ്രായത്തിന് മൂത്തയാളാണ്, അനുഭവം കൊണ്ട് മൂത്തയാളാണ്, എഫിഷ്യൻസി കൊണ്ട് മൂത്തയാളാണ്, ശിവനെ പോലെ മഹാപ്രഭാവനായ ഒരാളിന്റെ
പ്രധാനപ്പെട്ട ശിഷ്യനാണ്, ആ ആദരം തിരിച്ചു കൊടുക്കണം. ഇങ്ങോട്ട് പറയുന്നത് ചീത്തയാകല്ല, അതൊരു വലിയ ക്വാളിറ്റിയാണ്. തിരിച്ചു പറയുന്നത് എന്തോ ആയിക്കോട്ടെ, അങ്ങോട്ട് പോകുന്നത് നല്ലതായിരിക്കണം. അതുകൊണ്ടാണല്ലോ വാൽമീകി പറഞ്ഞു മൃദുഭാഷി, മിതഭാഷി, ഹിതഭാഷി, സ്മിതഭാഷി എന്ന് രാമനെ കുറിച്ച് പറയുന്നത്. ചിരിച്ചോണ്ടേ പറയുള്ളൂ, കുറച്ചേ പറയുള്ളൂ, വേറൊരാളുടെ ദോഷമില്ലാത്തതേ പറയുള്ളൂ, ഹൃദയാകർഷകമായിട്ടേ പറയുള്ളൂ. അതാണ് ആ ഗുണം. രാമൻ എന്ന് വെച്ചാൽ സർവത്തിലും രമിപ്പിക്കുന്നവൻ, രമിക്കുന്നവൻ എന്നൊക്കെയാണല്ലോ അർത്ഥം. അങ്ങനെ സംസാരിക്കാം. വലിയ കുലച്ച് നിർത്തിയിരിക്കുന്നു എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് ദയവായി മാർഗം കാണിച്ചു തന്നാലും എന്നാണ്. അല്ല, അതിന്റെ ലക്ഷ്യം എവിടെ എന്നല്ല ചോദിക്കുന്നത്, മാർഗം കാണിച്ചു തന്നാലും. അപ്പോഴാണ് പരശുരാമൻ ഇദ്ദേഹത്തിന്റെ ജ്ഞാനത്തെക്കുറിച്ച് മനസ്സിലായത്. എപ്പോഴും അങ്ങനെയാണ്, ചില സന്ദർഭത്തിൽ ബോധ്യപ്പെടലുകൾ വളരെ വൈകിയായിരിക്കും. ഇങ്ങനെയുള്ള നിരവധി സന്ദർഭങ്ങൾ, ഇതിൽ നിന്ന് ആർജിച്ചെടുക്കേണ്ട തത്വജ്ഞാനപരമായ നിരവധി സന്ദർഭങ്ങൾ രാമായണത്തിലുണ്ട്. അതിലൊന്നാണ് ഹനുമാന്റെ ലങ്കയിലേക്കുള്ള യാത്രയുടെ മധ്യത്തിലുള്ളത്. സുരസ എതിർ നിൽക്കുന്ന സന്ദർഭം നിങ്ങൾക്കറിയാം. സുരസ 5 യോജന വളർന്നു, ഹനുമാൻ 10 യോജന വളർന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നിട്ട് അവസാനം 50 യോജന വളർന്നിരുന്ന സുരസ. ആ സമയത്ത് നമ്മളെ സാധാരണ ബുദ്ധിയില്ലാത്തവരെയൊക്കെ അവരെ പോരട്ടെ നിങ്ങൾ പറയുന്നു. പക്ഷെ അദ്ദേഹം കാണിച്ചത് വലിയ ബുദ്ധിയാണ്. അത് പൊഴുതു പവനസുതനായി കൃഷ്ണശരീരനായി അങ്കുഷ്ട, ഇതാണ് അങ്കുഷ്ട തുല്യനായി ഉൾപ്പും കരുളിനായി. ഇത് തർജനി, സംസ്കൃതത്തിൽ ഇത് തർജനി, ഇത് മധ്യമ, ഇത് ഉത്തമ, ഇത് കനിഷ്ഠ. ഉത്തമയിലാണ് നമ്മൾ മോതിരിടുന്നത്. സാധാരണ ഈ വിരലും ഹൃദയവുമായിട്ടാണ് നേരിട്ട് ബന്ധമുള്ള ഒരേ ഒരു വിരൽ ഇതായതുകൊണ്ടാണ് ഇവിടെ മോതിരിടുന്നത്. അല്ല, കാണാൻ ഒരു ചന്തത്തിനല്ല. ഈ വിരലിലെ ഞരമ്പോലുള്ള ഹൃദയത്തിന് നേരിട്ട് ബന്ധം എന്നൊക്കെയാണ് സങ്കല്പം. അടുത്ത പണയം വെക്കുന്നവര് അതിനകത്ത് കിടക്കുന്ന പറയുന്ന പോലെ ഈ അങ്കുഷ്ടതുല്യനായ ഉൾപ്പുക്കരലി 4 കറക്കം കറങ്ങി തിരിച്ചിറങ്ങി വന്നിട്ട് സാധാരണ പരാജയപ്പെടുത്തിയ ഒരാളോട് സംസാരിക്കുന്ന പോലെ അല്ല ഹനുമാൻ സംസാരിക്കുന്നത്. അവിടെയാണ് ഹനുമാന്റെ ജീവിതത്തിൽ ശ്രീരാമൻ നിരീക്ഷിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കവിടെ മനസ്സിലാവുന്നത്. ഇല്ലൊരു അപശബ്ദം എന്നുമേ വാക്കിങ്കൽ നല്ല വൈയാകരണം വന്നു നിർണയം എന്ന് പറയുന്നില്ലേ. ആ വൈയാകരണത്തും ആ എന്താണ് വടുത്തും ആ ഒരു ശബ്ദ സൗകുമാര്യം, ആ ഒരു ആദരം, ഹൃദയത്തിന്റെ വലിപ്പം, ബുദ്ധിയുടെ ശ്രേഷ്ഠതയൊക്കെ കാണുന്നത് ഈ ഒരു പ്രയോഗത്തിലാണ്. ശൃണു സുമുഖി സുരഭിലഭരെ സുരസേ ശുഭേ ശുദ്ധേ ഭുജംഗ മാതാവേ നമോസ്തുതേ എന്നാണ്. മാതാവേ എന്ന ഒറ്റ വിളി കൊണ്ട് തന്നെ സുരസ ഹനുമാന് ഹൃദയം കൊണ്ട് വളരെയധികം ആകർഷണീയയായി ഭവിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. നീ പോകുന്ന വഴി നന്നായിരിക്കും എന്ന് അനുഗ്രഹിക്കും. സർപ്പങ്ങളുടെ മാതാവാണ്. സർപ്പം നമുക്കറിയാം എന്താണ്. സർപ്പം ലൗകികതയുടെ സിംബലാണ്. സർപ്പത്തിന്റെ മാതാവ് ഈ ലൗകികതയിൽ ഏറ്റവും മുറ്റിയത് വന്നാണ് എതിരിടാൻ നോക്കിയത്, ആകർഷിക്കാൻ നോക്കിയത്, വിഴുങ്ങാൻ നോക്കിയത്. അതിൽ നിന്നും രക്ഷപ്പെട്ട് ഹനുമാൻ, അതിൽ നിന്നും സ്വയം രക്ഷ നേടി ഹനുമാൻ പോകുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വിരാട് പുരുഷനായ രാമനിൽ നിന്ന് പരാതിയിലേക്കുള്ള സീതയിലേക്കുള്ള യാത്രയുടെ മധ്യം ജനിമരണ ജലനിധി കടന്നാണ് പോകുന്നത്. ആ യാത്രാ മധ്യത്തിൽ നല്ലതും ചീത്തയുമായിട്ടുള്ള പലതരം വികാരങ്ങൾ നമ്മളെ നശിപ്പിക്കാൻ, അടിപ്പെടുത്താൻ വരാം. അതിനെയൊക്കെ പ്രതിരോധിച്ച് പോയാലേ ഒരു ശിംശമാവൃക്ഷത്തിന്റെ ചുവട്ടിൽ നിന്ന് ഒരു സീതയെ കണ്ടെടുക്കാൻ, ഒരു പ്രകൃതിയെ കണ്ടെടുക്കാൻ കഴിയുകയുള്ളൂ. ഹനുമാൻ നമുക്കറിയാം വാക്കിന്റെ സിംബലാണ്. മന്ത്രം എന്നത് വാക്കിന്റെ ആധികാരികമായ ആദ്യ സ്രോതസ്സുകളിൽ ഒന്നാണ്. മന്ത്രം കൊണ്ട് ധ്യാനിച്ച് പ്രത്യക്ഷപ്പെടുത്തുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മൾ വിവേകാനന്ദനൊക്കെ അങ്ങനെ ചെയ്ത ആളാണ്. അങ്ങനെ ചെയ്യിക്കുന്നു പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിത്യേന ഉപാസിച്ചുകൊണ്ട് ആ മൂർത്തിയെ കണ്ടെത്തുന്നു എന്ന് തന്നെയാണ്. ഈ ഹനുമാന്റെ കയ്യിരിക്കുന്ന ആയുധത്തിന്റെ പേര് നിങ്ങൾക്കറിയാം, ഗദയാണ്. മറ്റായുധങ്ങളിൽ നിന്നും ഗദയെ വേർതിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം എന്താണെന്ന് അറിയാമോ? അത് ഗദ കൊണ്ട് എന്ത് ചെയ്താലും ശരി രക്തം പുറത്തു വരില്ല.
ഉള്ളിൽ നല്ല ചതവായി. അത് വാക്കിന്റെ പ്രത്യേകതയാണ്. വാക്ക് ഉള്ളിന് ആത്മാവിനെ ചതയ്ക്കും. എന്റെ നാട്ടിൽ നെയ്യാറ്റിൻകരയ്ക്കാളുള്ള ഒരു അടി അടിച്ചാൽ മായും, ഒരു വാക്ക് പറഞ്ഞാൽ മായില്ല. കാരണം ഒരു വാള് കൊണ്ട്, ശൂലം കൊണ്ട്, അസ്ത്രം കൊണ്ട് മുറിപ്പെടുത്താനേ രാമനടക്കമുള്ള ആൾക്ക് കഴിയും. എന്നാൽ ഹനുമാൻ അങ്ങനെയല്ല. ഹനുമാൻ വാക്കിന്റെ അതിദേവതയാണ്. ഹനുമാൻ ഉള്ളുകൊണ്ട് ചതയ്ക്കുന്നവനാണ്. മഹാഭാരതത്തിലൊരു രംഗമുണ്ട്. ഈ ദുര്യോധനൻ ആയാസം എടുത്തത് ചാടുക എന്ന് ചെയ്യുമ്പോൾ ചുമയ്ക്കുമ്പോൾ ശകുനി ചോദിക്കുന്നത് എന്താ വയ്യാതെ കേട്ടോ? ഇല്ല, പരിശീലന കാലത്ത് പണ്ട് അടിച്ചിട്ട് ഒഴിയുന്ന സമയത്ത്, യുദ്ധത്തെ സമയത്ത് പരിശീലന സമയത്ത് ഒഴിയുമ്പോൾ ഭീമൻ ഇടത് കൈകൊണ്ട് ഗത കറക്കി ഇവിടെ കൊണ്ടതാണ്. കാലങ്ങൾ നിൽക്കും. 18 വയസ്സ് കിട്ടിയത് 37 വയസ്സ് ചുമയ്ക്കും. അതാണ് വാക്കിന്റെ പ്രത്യേകത. ചതയ്ക്കും, ഉള്ളുകൊണ്ട് ചതയ്ക്കും. അങ്ങനെ അതാണ് ഹനുമാന്റെ ആയുധം ഗത എന്ന് പറയാൻ കാരണം. അവിടെ ഹനുമാനിക്കിന്റെ ഗത രാവിലെ അഴിച്ച് കുളിച്ചിറങ്ങിയ ഗതയും കൊണ്ട് നടക്കുകയല്ല. ആ തത്വം നമ്മൾ മനസ്സിലാക്കും. ഫിസിക്കലായി ഗത ഒരു സാധനം അല്ല. മറ്റൊരുത്തന്റെ മനസ്സിലെ ദുഷിച്ച വാക്കിനെ ചതയ്ക്കാനുള്ള ഒരു ആയുധം എന്നുള്ളതാണ് എന്നെ മനസ്സിലാക്കുന്നത്. ആ രീതിയിലാണ് ഒരാളൊരു ആയുധം കൊടുക്കുന്നത്. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. എന്നിട്ടോ അവിടെ ചെല്ലുന്നു. സിംഹികൾ നിഴലത് പിടിച്ചു നിർത്തി കൊന്നു തിന്നുന്ന സിംഹിയെ കാണുന്നു. ഇതിനെല്ലാം പരാജയപ്പെടുത്തുന്നു. ഇതിനെല്ലാം പരാജയപ്പെടുത്തി അവിടെ ചെന്ന് ലങ്കാലക്ഷ്മി തടുക്കുന്നു. ലങ്കാലക്ഷ്മിയെയും പരാജയപ്പെടുത്തുന്നു. ഏതൊരു സീതയിലേക്കുള്ള യാത്രയിൽ അവസാനത്തെ പ്രലോഭനമാണ് ലങ്കാലക്ഷ്മി. ലങ്കയിലെ ഐശ്വര്യം പോലും വന്ന് മുന്നിൽ നിന്നിട്ട് അതിനെ നിരാകരിച്ചിട്ടാണ് പോകുന്നത്. അതിനൊരു വലിയ മനസ്സ് വേണം. എന്നിട്ട് പോകുമ്പോ നിശാചരികളാൽ ചുറ്റപ്പെട്ട് നടുക്കിരിക്കുകയാണ് സീത. അതിന്റെ അർത്ഥം നമ്മുടെ മനസ്സിലെ ആത്മീയ ബോധം എന്നത് ഫ്രഷായിട്ട് അവിടെ ഇരിക്കുകയല്ല. അത് പല അശുദ്ധ വികാരങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഇതിൽ നിന്നും എങ്ങനെ ഒരു റിലീഫ് ഉണ്ടാകണം എന്ന് മനസ്സിലാക്കണം. അവരുടെ അസാന്നിധ്യത്തിൽ മന്ത്രശക്തിയുടെ ബലം കൊണ്ട് ഈ ദേവതയിൽ നിന്നും വരമുദ്ര സമ്പാദിക്കേണ്ടതുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. വിരാട് പുരുഷനിൽ നിന്ന് പുറപ്പെട്ട് സംസാര സാഗരം കടന്ന് പരാവിദ്യയിൽ എത്തിച്ചേർന്ന് വരമുദ്രയും സ്വീകരിച്ച് തിരിച്ച് എവിടെന്നാണോ തുടങ്ങിയത് അവിടെ തിരിച്ചെത്തുന്നു. ഹനുമാന്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയെ കുറിച്ച് എഴുത്തച്ഛൻ പറയുന്നുണ്ട്. ഒരു പണിക്ക് വിട്ടാൽ അത് കഴിഞ്ഞിട്ട് അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് ആദ്യം അവർ ഡയറക്റ്റായിട്ട് പറയുകയാണ്. ദേവിയെ കണ്ടേനകം എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറയണം. സാധാരണ ഒരുത്തനാണെങ്കിൽ അങ്ങോട്ട് പോയ വഴി മുഴുവൻ വിവരിച്ച ആദ്യം അങ്ങോട്ട് പോയ വഴി മുഴുവൻ വിവരിച്ച ഇടയ്ക്ക് സുരസ ഉണ്ടായിരുന്നേ. ഞാൻ പിന്നെ സുരസയൊക്കെ പരാജയപ്പെടുത്തി അവിടെ ചെന്നു. അപ്പോൾ സിംഹിക ഫോട്ടോഗ്രാഫർ വന്നു. ഛായാഗ്രഹണി അവളെ ക്യാമറ കൂടി ഞാൻ ധരിച്ചു വന്നില്ല, എല്ലാം അടിച്ച് കൊന്നിട്ട് റെഡിയാക്കി. ഞാൻ പിന്നെ അവിടെ പോയിട്ട് ലങ്കാലക്ഷ്മി. ഇങ്ങനെ ഈ കഥ മുഴുവൻ പറയുമ്പോഴത്തേക്ക് ശ്രീരാമൻ 70 വയസ്സ് കഴിഞ്ഞു. കണ്ടേൻ ദേവിയാകം എന്ന് പറയുമ്പോ എന്തിനാണോ വിട്ടത് അത് ആദ്യം പറഞ്ഞ് ടെൻഷൻ കുറയ്ക്കുകയാണ് അവിടെ. അതൊരു ഉപാസകന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഏതിനെയാണോ പ്രത്യക്ഷീകരിക്കേണ്ടത് അതിനെ ആദ്യം പറഞ്ഞ് ഉറപ്പിക്കുന്നു എന്നുള്ളതാണ്. അതാണ് പ്രത്യേകത. എന്നിട്ട് പിന്നീട് മനസ്സ് സ്വസ്ഥമായതിനു ശേഷം പല്ലവചാലങ്ങളൊക്കെ പൊട്ടിച്ചിട്ട് അതിനെ തീർന്നതിന് ശേഷം രാമൻ ചോദിക്കുന്നുണ്ട്, എന്താ സംഭവം പോയിട്ടുള്ള കഥ പറയുമ്പോൾ. അപ്പോഴാണിത് പുറത്തു പറയുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ അതിനകത്ത് എന്തൊക്കെ കണ്ടു, ലങ്ക എങ്ങനെ ഇരിക്കും എന്ന് ചോദിക്കുമ്പോ സത്യത്തിൽ നമ്മൾ അത്ഭുതപ്പെട്ട ഒരു തരത്തിൽ ലങ്കയെ വിവരിക്കുന്ന ഹനുമാനാണ്. നമ്മൾ ഒറ്റ നോട്ടമേ കണ്ടുള്ളൂ. ഹെലിപ്പാഡ് വെച്ച് ഒറ്റ കറക്കം അത് മുഴുവൻ എടുത്തിട്ട് പറയണ അയോധ്യ പോലെയൊന്നും അല്ല കേട്ടോ, സംഭവം വേറെയാണ്. കിടങ്ങുകൾ എല്ലാത്തിനും ഓരോന്ന് വീതം, ഓരോ ഗോപുരത്തിൽ ഈ 2 കിടങ്ങുകൾ ഉണ്ട്. ചെന്ന് ചാടി ഇറങ്ങാനൊന്നും പറ്റില്ല, കുഴിക്കാതെ വീണു. സ്വർണം കൊണ്ടാണ് എല്ലാം. നിർജ്ജനമായൊരു മദ്യശാല, ആളുകളൊന്നും വരാത്തൊരു സ്ഥലത്ത് നിർമ്മലമായൊരു മദ്യശാലയുണ്ട്. പിന്നെ ഇപ്പുറത്ത് ഒരു മജ്ജനശാലയുണ്ട്. പിന്നെ അതിന്റെ കുറെ അപ്പുറത്ത് കൊട്ടാരമുണ്ട്. വേറൊരു സ്ഥലത്ത് ആരാധനാലയങ്ങളുണ്ട്. ഇങ്ങനെ ഓരോന്നോരോന്നു പറഞ്ഞു. ഓരോന്നിനും എത്ര കാവൽക്കാരുണ്ടെന്ന് എണ്ണം വരെ കണക്കാക്കി ഹനുമാൻ പറയുന്നുണ്ട്. ഏത് തരം ആളുകളെ വേണം ദൂതിനയക്കാൻ.
എന്നുള്ളതാണ്. പ്രതിരോധങ്ങൾ, ആത്മശക്തിയിലേക്കുള്ള യാത്രയിൽ പ്രതിരോധങ്ങൾ എവിടെക്കാണ് നിൽക്കുന്നത്, അത് ഏതൊക്കെ ഭാവത്തിലാണ്, ആരൊക്കെയാണ്, ഏത് തരക്കാരാണ് എന്നുള്ളത് കൃത്യമായി അറിയുന്നതാണ് ഉപാസനാ മന്ത്രം. മന്ത്രത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നതാണ്. ഹനുമാന്റെ സിമ്പൽ അതാണ്. അതുപോലെ തന്നെ നെഗറ്റീവായ കഥാപാത്രങ്ങളുടെ ഇതുപോലുള്ള തത്വം അദ്ദേഹം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഉദാഹരണമാണ് നമുക്കറിയാവുന്ന തന്നെ മാരീചൻ. മാരീചനെ കുറിച്ച് പറയുന്നത്, മാരീചൻ മനോഹരനായ ഒരു പൊന്മാനായി ചാരപ്പുള്ളികൾ വെള്ളി കൊണ്ട് നേത്രങ്ങൾ രണ്ടും നീലക്കൽ കൊണ്ട് ഭ്രമിപ്പിക്കുന്ന ഒരു കനകമൃഗം എന്ന് പറഞ്ഞാൽ സ്വർണ്ണം എല്ലാ കാലത്തും ഭ്രമിപ്പിക്കുന്നതാണല്ലോ. ഇപ്പോഴും വില കൂടിക്കൊണ്ടിരിക്കുക, പ്രതീക്ഷിക്കാവുന്നവൻ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ജ്വല്ലറിയിൽ വല്ല കുറവുണ്ടോ പിടിച്ചു കയറിയ നാളിലെ കയറിക്കൊണ്ടിരിക്കുന്നത്, അത് വേറെ കാര്യം. ഈ സ്വർണം എന്നത് സീതയെ ഭ്രമിപ്പിക്കാൻ ഈ സ്വർണ്ണമാന് രംഗപ്രവേശം ചെയ്യുന്നുണ്ട്. എന്നിട്ട് കൈ എത്തുമ്പോഴേക്കും ഇത് അകന്നകന്ന് പോകുന്നു. മാരീചൻ എന്ന് പറഞ്ഞാൽ മരീചി എന്ന വാക്കിൽ നിന്നാണ് മാരീചത്വം ഉണ്ടാകുന്നത്. മരീചി എന്നത് നിങ്ങൾക്കറിയാം, പ്രകാശമാണ്. നമ്മള് ചുട്ട വെയിലത്ത് കുറെ നേരം നിന്ന് സൂര്യനെ നോക്കിക്കൊണ്ട് നിന്നിട്ട് തിരിച്ച് വീടിനകത്തേക്ക് കയറുമ്പോൾ നമുക്കൊരു ഇരുട്ട് ബാധിക്കുന്ന പോലെ തോന്നും. മാരീചത്വം ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അന്ധതയാണ് ഫലം, ഒന്നും കാണാൻ പറ്റൂല. ഈ മാരീചൻ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതിനെ ഉള്ളത് എന്ന് തോന്നിപ്പിക്കുന്നത്. അത് മാരീചൻ എന്ന വാക്കിന് മരീചിക എന്ന വാക്കുണ്ടായി. മാരീചത്വം, മരീചിക എന്ന് നമുക്കറിയാം, വെള്ളം ഉള്ളതുപോലെ തോന്നും, പക്ഷെ വെള്ളമല്ല, മണല് തന്നെയാണെന്ന് പിന്നെ മനസ്സിലാവും, അടുത്ത ചെല്ലുമ്പോൾ മനസ്സിലാവും. അടുത്ത് ചെല്ലുമ്പോഴേ മനസ്സിലാവുള്ളൂ അത് എന്താണെന്ന്. മറ്റത് നമ്മളെ തോന്നിപ്പിക്കുകയായിരുന്നു എന്നും അടുത്ത് ചെല്ലുമ്പോൾ മാത്രമേ അത് മറ്റൊന്നായിരുന്നു എന്ന് മനസ്സിലാവുകയും ചെയ്യുള്ളൂ എന്ന് മാരീചത്വം. ഈ മാരീചൻ എന്താ ചെയ്യുന്നത്? നമ്മളെ കൂടി ഭ്രമിപ്പിക്കും. നമ്മുടെ ഉള്ളിൽ കർത്തവ്യബോധത്തോടുകൂടി ഉണർന്നിരിക്കുന്ന ലക്ഷ്മണത്വത്തെ ഭ്രമിപ്പിക്കും ആദ്യം. എന്നിട്ട് നമ്മുടെ ഉള്ളിലുള്ള ലക്ഷ്മണത്വം തന്നെ നമ്മുടെ സമീപസ്ഥമായ സീതാബോധത്തോട് പറയും ഇത് കരയുന്നത് അസുരൻ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ആ സീതാബോധം വിശ്വസിക്കുകയില്ല. അത് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യും? തിരിച്ച് മാരീചന്റെ അടുത്ത് എത്തിച്ചിട്ടേ ആണ്. അപ്പോഴേക്കും നമ്മുടെ ഉള്ളിൽ തിരിച്ചു വരുമ്പോഴേക്കും നമ്മുടെ ഉള്ളിലെ ലക്ഷ്മീ തത്വം ഇല്ലാതായിരിക്കും. ഇതാണ് തത്വം, ഈ ദർശനമാണ്. അതുകൊണ്ട് നിത്യേന ഉപാസിക്കുന്ന ആളുകൾക്ക് പോലും സംഭവിക്കാവുന്ന വീഴ്ചകളെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ നിരവധി കഥാപാത്രങ്ങൾ, നിരവധി സന്ദർഭങ്ങൾ. അതുപോലെ ഈ നിർമ്മലമായ ഭക്തിയുടെ തത്വം എന്താണ് എന്ന് ശ്രീരാമൻ പഠിപ്പിക്കുന്നത് ശബരിയിലൂടെയാണ്. ഞങ്ങൾക്കറിയാം, ശ്രീരാമൻ ലക്ഷ്മണനോടൊക്കെ ഒരുമിച്ച് കാട്ടിലേക്ക് പോകുമ്പോൾ ശബരിയുടെ അടുത്തെത്തുന്നു. ശബരി കണ്ണു കാണാത്ത ആളാണ്, തീരെ വയസ്സായി. രാമൻ പറഞ്ഞു പരിചയപ്പെടുത്തുന്നു, രാമനെ സ്പർശിക്കുന്നു. രാമനെ സ്പർശിക്കുമ്പോൾ ആ ഒരു ദൈവിക അനുഭൂതി ഉള്ളിൽ നിറയുന്നു. നിറഞ്ഞിട്ട് ഇവര് കഴിച്ച പഴത്തിന്റെ പകുതി രാമന് കൊടുക്കുന്നു. രാമൻ സ്വാദിഷ്ടമായി കഴിക്കുന്നു. ലക്ഷ്മണൻ അത് ആദ്യം കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. അപ്പോൾ രാമൻ യഥാർത്ഥ ഭക്തൻ അല്ലെങ്കിൽ ഭക്ത ആരാണ് എന്ന് ലക്ഷ്മണനെ ഉപദേശിക്കുന്നു. അത് ലക്ഷ്മണോപദേശം ഒന്നൊന്നുമല്ല രാമായണത്തിലുള്ളത്, ഒരുപാടുണ്ട്, ഒന്നിലധികമുണ്ട്. ആദ്യത്തെ ലക്ഷ്മണോപദേശത്തിൽ രാമൻ പറഞ്ഞു നിർത്തിയെടുത്തെന്നാണ് രണ്ടാമത്തെ തുടങ്ങുന്നത്. ആദ്യത്തെ ലക്ഷ്മണോപദേശം ഗംഭീരമായ ഉപദേശമാണ്. എഴുത്തച്ഛൻ ഇങ്ങോട്ട് ഇറങ്ങി നിന്ന് വീട്ടിനകത്തിരുന്ന് എഴുതിക്കൊണ്ടിരുന്നത്, ഞാൻ സങ്കല്പിക്കാനാണ്, വീട്ടിനകത്ത് എഴുതിക്കൊണ്ടിരുന്ന എഴുത്തച്ഛൻ ജംഗ്ഷനിലോട്ട് ഇറങ്ങി ഉറക്കെ വിളിച്ചു പറയുന്നതായിട്ടാണ് ലക്ഷ്മണോപദേശത്തിന്റെ ആദ്യത്തെ ഭാഗം. ഉറക്കെ എന്ന് പറയുകയാണ് എന്താണ് സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് മനുഷ്യൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. വന്യസന്തപ്ത ലോകസ്താപ ബിന്ദുന സന്നിപം മർത്യജന്മം ക്ഷണഭംഗുരം. ലക്ഷ്യബോധം എന്താണെന്നുള്ള കൃത്യമായി പറയുന്നുണ്ട്. മനുഷ്യ ജീവിതത്തെ ഉയർത്താൻ മാത്രമല്ല, ആത്മീയ ബോധത്തെ ഉയർത്താനാണ്. അതുകൊണ്ടാണ് മർത്യജന്മം ക്ഷണഭംഗുരം. മായാമയമായി പരിണാമിയായ ഒരു കായം വികാരിയായുള്ള ധ്രുവം ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന
ലോകം ദഹിപ്പിപ്പതിന് നീ മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ല എന്നറിയണേ ലക്ഷ്മണ. നീ എന്തെങ്കിലും ചെയ്ത് അച്ഛനെ പിടിച്ചു കിട്ടാവുന്നത് അച്ഛൻ പറഞ്ഞല്ലോ, നീ എന്നെ പിടിച്ചിട്ട് രാജാവാകും മോനെ എന്ന് പറഞ്ഞു. ശ്രീരാമൻ ചെയ്തില്ല. താതാർത്ഥമായിട്ട് ജീവനത്തിന്റെയും മാതാവിന്റെയും ശരീരത്തിന്റെയും ഞാൻ ഉപേക്ഷിപ്പൻ എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കാൻ പോവാണ് ചെയ്തത്. അപ്പോഴാണ് ലക്ഷ്മണൻ എന്ന് പറഞ്ഞത്, സ്ത്രീജിതനായ അച്ഛനെ ചേട്ടൻ പ്രയോഗിക്കണ്ട, ഞാൻ രാജാവാക്കുവാൻ ചേട്ടൻ. അപ്പോഴാണ് പറയുന്നത്, വത്സ സൗമിത്രേ കുമാര. സൗമിത്രേ എന്ന് വിളിക്കുന്നത് മനഃപൂർവ്വമാണ്, സുമിത്രയുടെ മകനെ എന്ന് വിളിക്കുന്നത് മനഃപൂർവ്വമാണ്. കാരണം നിന്റെ അമ്മയുടെ സംസ്കാരം നിന്റെ പ്രവൃത്തിയിൽ കാണണം. ഒരു മരത്തിന്റെ ഗുണം അതിന്റെ ഫലം കാണിക്കും. അതുപോലെ നിന്റെ അമ്മയുടെ ഗുണം, സാംസ്കാരിക ഗുണം നിന്റെ പ്രവൃത്തിയിൽ കാണിക്കണം. എന്നിട്ടാണ് പറയുന്നത്, നീ ഈ കാണുന്നതൊക്കെ ദൃശ്യമായുള്ള രാജ്യദേഹാദിയും വിശ്വവും വിശേഷധാന്യധനാദിയും സത്യമെന്നാകിൽ ഏതപ്രയാസം തവയുക്തം. സത്യമെന്നാകിലെ തൽപ്രയാസമല്ല, സത്യമെന്നാകിൽ ഏതൽപ്രയാസം തവയുക്തം. അതല്ല എങ്കിൽ എന്തിനാൽ ഫലം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭ ചഞ്ചലം വേഗേന നഷ്ടമാം ആയുസ്സുമോർക്കതി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നൊരു രസകരമായൊരു ഗംഭീരമായൊരു വചനമുണ്ട്. ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഢ്യോഹം എന്ന അമ്രേഡിതം കലർന്നിടും ദശാന്തരെ ജന്തുക്കൾ ഭക്ഷിച്ച് കാഷ്ടിച്ചു പോകില്ല. വെന്ത് വെണ്ണീറായി ചമഞ്ഞു പോയില്ല. മണ്ണിനു കീഴായി കൃമികളായി പോകില്ല. നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. ത്വം മാംസരക്ത അസ്ഥിയും മൂത്രരേതസാം സമ്മേളിതം പഞ്ചഭൂതകനിർമ്മിതം. എഴുത്തച്ഛന്റെ ബയോളജിക്കൽ സെൻസ് ഭയങ്കരമാണ്. മഹാഭാരതത്തിൽ എഴുത്തച്ഛൻ ഒരു കുഞ്ഞ് വളരുന്നതിന്റെ, ഗർഭത്തിൽ കിടന്ന് വളരുന്നതിന്റെ ഒരു രീതി പറയുന്നുണ്ട്. സത്യം പറഞ്ഞ ഗൈനക്കോളജിസ്റ്റിനോട് ഇങ്ങനെ പറയാൻ പറ്റില്ല. ഈ മനുഷ്യൻ എങ്ങനെ ഇത് പറഞ്ഞതെന്ന് ഞാൻ ഇപ്പോഴും അനുഭവപ്പെട്ടു. എത്രാം വയസ്സിൽ എത്രാമത്തെ മാസം കൊച്ചിന് തലമുടി വരും, എത്രാമത്തെ മാസം കൊച്ചിന് ബോധം വയ്ക്കും, കൃത്യമായിട്ട് പറയുന്നുണ്ട്. എഴുത്തച്ഛൻ ഓരോ അവസ്ഥയെ കുറിച്ചും കൃത്യമായി പറയുന്നത്. ശാരീരികമായ പുഷ്ടിയെയും പൗഷ്ടില്യത്തെ കുറിച്ചൊക്കെ കൃത്യമായി പറയുന്നത് ഒരു വശത്ത്. എന്നിട്ട് അതിന്റെ നശ്വരതയെ കാണിച്ചു തന്നിട്ടാണ് ആത്മീയതയിലേക്ക് പോകുന്നത്. അതാണ് എഴുത്തച്ഛന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം എഴുത്തച്ഛൻ പഞ്ചകോശ സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഈ രാമായണം എഴുതിയിരിക്കുന്നത്. അന്നമയ കോശം തുടങ്ങി നിങ്ങൾക്കറിയാം. ആനന്ദമയ കോശത്തിൽ എത്തിച്ചേരുന്ന അത്തരം ഒരു പഞ്ചകോശ സിദ്ധാന്തത്തിന്റെ ആധാരശില കൃത്യമായി ഉറപ്പിച്ചിട്ടാണ് എഴുത്തച്ഛൻ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് കാട്ടിൽ പോകാതിരിക്കുന്ന രാമനോട് അമ്മ പറഞ്ഞ ചോറും കൊണ്ടുപോയത്. എന്റെ മകനെ മുഖാമുഖം പാടുവാൻ ബന്ധമുണ്ടായത് ഭാരം വിശക്കയോ വന്നിരുന്നിട്ട് ഭുജിപ്പതിനാശ്വതി എന്ന് മാതാവ് പറഞ്ഞവർ അനന്തരം വന്ന ശോകത്തെ അടക്കി രഘുവരൻ തങ്ങളുടെ മാതാവിനോട് ചൊല്ലിയതിനാൽ ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലാതെ ക്ഷിപ്രമാരണ്യവാസത്തിന് പോകണം എന്ന് പറയുന്നത് കൊണ്ടാണ്. ഈ സർവത്തിനെയും ബന്ധിപ്പിക്കുന്നത് കൊണ്ടാണ്. ഒരു നൂല് കൊണ്ട്, ഈ കഥാതത്വം എന്ന നൂല് കൊണ്ട് ഇതിനെ സർവത്തിനെയും ബന്ധിപ്പിക്കും. ഇവിടെ ഈ ഹനുമാനിലൂടെയും ശബരിയിലൂടെയും ലക്ഷ്മണനിലൂടെയും അവതരിപ്പിച്ച ഈ ദർശനങ്ങളുണ്ട്. ലക്ഷ്മണോപദേശമാണ് ഏറ്റവും ഗംഭീരം എന്ന് പലരും പറയും. പക്ഷെ അങ്ങനെയല്ല അതിനെ കണക്കാക്കേണ്ടത്. ഈ കാലം കടന്നു നിൽക്കുന്ന ഏത് ദർശനവും ഏറ്റവും യുക്തവും സുന്ദരവുമാണെന്ന് നമുക്ക് അനുഭവപ്പെടും. ലക്ഷ്മണോപദേശം ഇന്ന് വായിച്ചു നോക്കുമ്പോഴും അത് ഏറ്റവും ഇന്നത്തെ കാര്യമാണെന്ന് നമുക്ക് തോന്നുന്നു. കാല അഖില പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ നേടുന്നു എന്ന് പറയുമ്പോൾ ഇന്നും നമുക്കത് പ്രസക്തമാണ്. ഇന്നും ഭോഗലാലസയ്ക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ നടക്കുകയാണല്ലോ. വലിയ വീട് വെച്ചിട്ട് എന്നും ടൂറാണ്. വീട് അവിടെ അടച്ചു കിടക്കുക. ഞങ്ങളുടെയൊക്കെ വീട്ടിലെ അവസ്ഥ തന്നെ. എനിക്ക് പണ്ട് ഞാൻ കൊച്ചായിരുന്നു, എനിക്ക് ചെറിയ വീടായിരുന്നു, ഓടിട്ട ചെറിയ വീടായിരുന്നു. പക്ഷെ ഞങ്ങൾ എന്നും വീട്ടിലുണ്ട്. ഇപ്പൊ അവരുടെ അതിനേക്കാൾ കുറച്ചുകൂടി വലിയ വീട് വെച്ചപ്പോ ഞാൻ ഇവിടെ എന്റെ അനിയൻ രാവിലെ ജോലിക്ക് പോകുന്നു, വൈകുന്നേരം വരുന്നു ഉറങ്ങാൻ വേണ്ടി മാത്രം. അനിയന്റെ ഭാര്യ എങ്ങനെ, എന്റെ ഭാര്യ എങ്ങനെ, അച്ഛനും അമ്മയും മാത്രം വീട്ടിലുണ്ട്. എല്ലാ വീടുകളും ഏതാണ് ഇങ്ങനെയൊക്കെ. ഞാൻ സെൻസസ് നോട്ടിങ്ങിൽ പല വീടുകളിലും ഓരോ അമ്മച്ചിയും ഒരു വേലക്കാരിയുണ്ട്, ഒരു വലിയ വീടും. അമ്മച്ചിക്ക് 750 സ്ക്വയർ ഫീറ്റ് വേണ്ട താമസിക്കും. പക്ഷെ 2700 സ്ക്വയർ ഫീറ്റിലാണ് വീട്. ആ അവസ്ഥയാണ് ഇത്. ശ്രീരാമൻ പറയുന്നത് ഇതൊക്കെ നശ്വരമാണെന്ന് തോന്നുന്ന നിനക്ക് എന്തുണ്ടാകുമോ അന്ന് ഇന്നുണ്ടാകുമോ. എന്താ കാരണം? നിന്നെ അവിദ്യ ബാധിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് സംസാരകാരിണിയായത് അവിദ്യയും സംസാരനാശിനിയായത് വിദ്യയും.
അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഉപനിഷത്തിൽ അങ്ങനെ ഒരു ദർശനമുണ്ട്, യാ വിദ്യ സാ വിമുക്തയെ എന്നാണ്. ഞങ്ങളൊക്കെ പഠിച്ച MG കോളേജിന്റെ, തിരുവനന്തപുരം MG കോളേജിന്റെ കവാടം എഴുതി വെച്ചിരിക്കുന്നത് യാ വിദ്യ സാ വിമുക്തയെ എന്നാണ്. ഏതൊന്നാണോ വിമുക്തിയെ, സർവസ്വാതന്ത്ര്യത്തെ, ജ്ഞാനസ്വാതന്ത്ര്യത്തെ പ്രദാനം ചെയ്യുന്നത്, അതാണ് വിദ്യ. ആ വിദ്യാബോധം ഉള്ളിലുള്ളത് കൊണ്ടാണ് ശ്രീരാമൻ പറയുന്നത് നീ കാണുന്നതൊന്നും അല്ല കാര്യം, അത് വേറെയാണ്. അതുകൊണ്ട് നീ ഇതിൽ ഭ്രമിക്കേണ്ട കാര്യമില്ല. ഞാനീ പറഞ്ഞതെല്ലാമേ ധരിച്ച് ജ്ഞാനസ്വരൂപം വിചാരിച്ച് സന്തതം ജീവിക്കണമെന്ന് പറയും. ചിന്തിച്ച് ശാന്തിയെ തന്നെ ഭജിക്കുകയിൽ സന്താപം എന്നാൽ ഒരു ജാതിയും വരാ. നിനക്ക് എന്നെ ഓർത്ത് യാതൊരു ടെൻഷനും, അവിടെ സന്താപത്തിന്റെ അർത്ഥം ദുഃഖവുമല്ല, ആശങ്ക. അങ്ങനെയാണ് വരേണ്ടത്, അങ്ങനെയാണ് സന്ദർഭം അനുസരിച്ച് അർത്ഥം വരേണ്ടത്. ഞാൻ മാനവീസ് കോളേജ് പഠിപ്പിക്കുമ്പോൾ കുറച്ച് ഗസ്റ്റ് ലെക്ചറായിരുന്നു. ആ സമയത്ത് ഒരു കുട്ടിയോട് ചോദിച്ചു, സാറേ നാഗേന്ദ്ര ഗാമിനിയോട് ചൊല്ലിയിരുന്നാൽ എന്ന് പറഞ്ഞാൽ സീത പാമ്പായിരുന്നു. നാഗേന്ദ്ര ഗാമിനി സീത പാമ്പായിരുന്നു, നാഗം പാമ്പല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അമരകോശം നന്നായിട്ട് നോക്കണം, അതിലെ നാഗേന്ദ്രൻ എന്ന വാക്കിന് ആന എന്നൊരു അർത്ഥമുണ്ട്, സന്ദർഭം അനുസരിച്ച് അർത്ഥം എടുക്കണം. നാഗേന്ദ്ര ഗാമിനി എന്ന് പറഞ്ഞാൽ ആന നടക്കുന്നത് പോലെ നടക്കുന്നവൻ എന്ന് ഞാൻ പറഞ്ഞു. ഏറ്റവും പ്രകടമായ ഉദാഹരണം പറഞ്ഞത് ക്രിക്കറ്റ് ഗ്രൗണ്ടിലെ സിംഗിൾ അല്ല, മനോരമയുടെ ഇടയിലെ സിംഗിൾ. വ്യത്യാസമുണ്ട്, അത്രയും ഉള്ളൂ വ്യത്യാസം. ക്രിക്കറ്റ് ഗ്രൗണ്ടിലെ സിംഗിൾ നിങ്ങൾക്കറിയാം, തട്ടുകടയിലെ സിംഗിളും നിങ്ങൾക്കറിയാം. ഒരേ വാക്കാണ്, വ്യത്യസ്തമായ സന്ദർഭത്തിൽ വ്യത്യസ്ത അർത്ഥം വരും, ഒരേ പ്രവൃത്തി വ്യത്യസ്ത അർത്ഥം വരും. ഇപ്പൊ ശ്രീകുമാർ സാറൊക്കെ പട്ടാളത്തിൽ നടന്നതാണല്ലോ, അതിർത്തി എന്ന് പാകിസ്ഥാൻ തീവ്രവാദികൾ 15 എണ്ണത്തിനെ വെടിവെച്ച് കൊണ്ടു. തിരിച്ച് നാട്ടിൽ വരുമ്പോൾ പരമവീര ചക്രം കിട്ടും. അതിൽ ഇറക്കമുള്ള ഒരുത്തനെ കല്ലെടുത്തത് ആശുപത്രിയിലായി, പരമവീര ചക്രം കിട്ടില്ല. ഒരേ കർമ്മമാണ്, സന്ദർഭം വ്യത്യസ്തമാണ്, അതുകൊണ്ട് തന്നെ അതിന്റെ ക്വാളിറ്റി വ്യത്യസ്തമായിരിക്കും. ശ്രീരാമൻ പറയുന്നതാണ്, നീ ഈ കിടന്ന് ഈ കാണിക്കുന്ന പൊഴിവുകളൊന്നും ഒരു ഗുണവും നിനക്ക് ഉണ്ടാകാൻ പോകുന്നില്ല, നീ ആത്മശക്തിയിലേക്ക് തിരിഞ്ഞു നോക്കാൻ പോകും. സർപ്പത്തിന് എങ്ങനെ പറഞ്ഞു, സർപ്പം ഇങ്ങനെ നോക്കും, തിരിഞ്ഞു നോക്കുന്ന പരിപാടി ഇല്ല. ലക്ഷ്മണൻ ആ സ്വഭാവക്കാരനാണെന്ന് പറയും. അതുകൊണ്ടാണ് സുമിത്ര പറയുന്നത് നിനക്ക് നീ സർപ്പസ്വഭാവിയാണെന്ന് അറിയാം. അതുകൊണ്ടാണ് പറയുന്നത് രാമനെ നിത്യം ദശരഥനുള്ളിൽ ആമോദപൂർവ്വം ധരിച്ചുകൊണ്ടിരുന്നു എന്നെ ജനകാത്മജയിൽ ഉറച്ചുകൾ പിന്നെ അയോധ്യയെ നോർത്തയിൽ അടവിയെ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പർണശാലയുടെ വാതിൽ ചവിട്ടിപ്പൊടിച്ച് നിനക്ക് അകത്തേക്ക് കയറാൻ തോന്നുമ്പോൾ ശാരദാകാശത്തിന്റെ നിലാവ് നിന്റെ സിരകളെ ചൂടുപിടിപ്പിക്കുമെന്ന് നീ വിചാരിക്കണം. നിന്റെ അച്ഛനും ഞാനുമാണ് അകത്ത് കിടന്ന് ഉറങ്ങുന്നത്, സീതയും രാമനുമല്ല. ആ യുക്തിയാണ്, സുമിത്രയുടെ ഉപദേശമാണ് ഏറ്റവും ഗംഭീരമായ രാമായണത്തിന്റെ വരികൾ എന്ന് പറയാൻ വരരുചി കാണിച്ചൊരു ശക്തി, അല്ലെങ്കിൽ വരരുചി അങ്ങനെ ബോധ്യപ്പെടുത്തിയ വനദേവതമാരുടെ ശക്തി അങ്ങനെ ഉണ്ടായതാണ്. ഒരമ്മയ്ക്ക് ഇത്രയും സൂക്ഷ്മമായി ഉപദേശിക്കാൻ പറ്റില്ല. കാരണം അവിടെ ചെയ്യുന്ന ഓരോ തെറ്റിനും അമ്മയുടെ കൾച്ചറിലാണ് ചെന്ന് കൊള്ളുന്നത്. അതുകൊണ്ടാണ് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എഴുത്തച്ഛൻ ഒരു വാക്കും ഒരു ഏകമുഖമായിട്ട് അവതരിപ്പിച്ചിട്ടില്ല. എഴുത്തച്ഛൻ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് സഹസ്രമുഖമായിട്ടാണ്. അതെന്നാണോ നമ്മളെ തിരിച്ചറിയുന്നത് അന്നാണ് രാമായണത്തിന്റെ ആസ്വാദ്യത പൂർണ്ണമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ മറ്റു ചില 1-2 ചെറിയ സന്ദർഭങ്ങൾ പറഞ്ഞാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. ചെറിയ സന്ദർഭങ്ങൾ. അതിലൊന്ന് ഭരതന്റെ ആഗമനമാണ്. നമുക്ക് തത്വമാണ് വിഷയം. ഭരതൻ മാതുലിനെ കാണുന്നതിന് പോരുമെന്നൊക്കെയാണ് നിങ്ങൾ നമ്മളൊക്കെ വായിച്ചിട്ടുള്ളത്. വരുന്നു, വന്നിട്ട് ചോദിച്ചു, ആദ്യ അന്വേഷിക്കുന്നത് ചേട്ടൻ എവിടെയാ എന്ന് ചോദിച്ചു. അപ്പോഴാണ് കൈ നീ വന്നല്ലേ ഉള്ളൂ, ഫ്രഷ് ആയിട്ടൊക്കെ പറഞ്ഞുതരാം. വീട്ടിൽ പോയി ചേട്ടൻ എവിടെ, അച്ഛൻ എവിടെ, അച്ഛൻ മരിച്ചിരുന്നു. അപ്പോഴേ അപ്പോ പറഞ്ഞു അച്ഛൻ മരിച്ചു. അയ്യോ, അച്ഛൻ മരിച്ചു, ചേട്ടനും ഇല്ല. അപ്പൊ ഭരതൻ ചോദിച്ചു, ഏതാനും ഒന്ന് പറഞ്ഞതില്ലേ മമ താതൻ മരിക്കുന്ന നേരത്ത് മാതാവ് എന്നാണ്. ആണ് ഈ വാക്ക് എങ്ങനെയാണ് എഴുത്തച്ഛൻ ഉപയോഗിക്കുന്നത്, ശബ്ദം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. കേൾവിയുടെ ഉത്സവമാണ് രാമായണം എന്ന് പറയാൻ കാരണം. അച്ഛൻ മരിക്കുന്ന സമയത്ത് അച്ഛൻ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? പറഞ്ഞിരുന്നു. എന്ത് പറഞ്ഞു? ഹാ രാമ ജനകജയ സീതയെ ലക്ഷ്മണ, ഇങ്ങനെ
വിലപിച്ച് മരിച്ചു വന്നു. അപ്പോഴാണ് ഭരതന്റെ എന്താണ് ഇന്റലക്ച്വൽ കപ്പാസിറ്റി നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോ അടുത്തുള്ള ഒരാളാണെങ്കിൽ ഇങ്ങനെ ചേർത്ത് വിളിക്കണ്ടല്ലോ, ദൂരെയുള്ള ആളിനെ ആയിരിക്കും വിളിക്കുക. താതൻ മരിക്കുന്ന നേരത്ത് രാമനും സീതയും സൗമിത്രയും അരികത്തില്ലേ എന്നാണ് ഭരതന്റെ അടുത്ത ചോദ്യം. അവരുടെ ഇല്ലായിരുന്നു. അപ്പോൾ കൈകേയി പറയുന്ന മറുപടി എന്താണെന്നറിയാമോ? എൻ മകൻ എന്ത് ദുഃഖിപ്പാൻ അവകാശം? നീ എന്ത് ടെൻഷൻ അടിക്കുന്നത്? നിൻ മനോവാഞ്ചിതമൊക്കെ വരുത്തി ഞാൻ നിനക്ക് എന്താണോ കിട്ടേണ്ടത് അതെല്ലാം ഭൗതികമായി ഞാൻ ഒരുക്കി കഴിഞ്ഞു. അത് സ്വീകരിക്കുന്ന ഭരതനെ അല്ല എഴുത്തച്ഛൻ പ്രതിഷ്ഠിക്കുന്നത്, അത് നിരാകരിക്കുന്ന ഭരതനെയാണ്. അതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗുണം. വിട്ടുകൊടുക്കുന്നവനാണ് വില. വിട്ടുകൊടുക്കുന്നവനല്ല, വെട്ടിപ്പിടിക്കുന്നവനല്ല വില. ഇന്ത്യയിൽ എപ്പോഴും അങ്ങനെയാണ്. ഒരു രാഷ്ട്രീയ നേതാവിന്റെ വില എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഒരാളെ പഞ്ചായത്ത് പ്രസിഡന്റാണ് തീരുമാനിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്നെക്കാളും സീനിയർ മറ്റേ ആളാണ്, അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിക്കോട്ടെ, ഞാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിക്കൊള്ളാം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, പിന്നെ അടുത്ത 5 വർഷവും മറ്റേ ആളുകളാണ് വില. മറ്റവൻ മതിയായിരുന്നു, അയാളെ കൊടുത്തതല്ലേ ഇത്. ഇതാണ് ഈ ത്യാജ്യ മനോഭാവമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതിലേക്ക് എത്തിക്കുന്ന എഴുത്തച്ഛൻ ഈ പെടാൻ പാടല്ല ഈ കൃതി മുഴുവൻ വിടുന്നത്. അതിലേക്ക് എത്തിക്കാൻ എന്റെ ചേട്ടന് ധാർമ്മികമായി കിട്ടേണ്ടതൊന്നും എനിക്ക് ആരും തന്നെ സൂചിപ്പിക്കാൻ നോക്കണ്ട എന്ന് പറയുന്ന ഭരതനെ പോലെയുള്ള അനുജന്മാരാണ് നാട്ടിന് ആവശ്യമെന്ന് എഴുത്തച്ഛൻ പറയുന്നത്. അല്ലാതെ മഹാഭാരത സഹോദരന്മാരെ പോലെ പറയുന്നതല്ല. 5 വീട് കൊടുക്കും, 5 ഗ്രാമം കൊടുക്കും, 5 വരെ കൊണ്ട് 1 ഗ്രാമം കൊടുക്കും, 5 വീട് കൊടുക്കും, ഇല്ല. 5 വരെ കൊണ്ട് 1 വീട് കൊടുക്കും, ഇല്ല. പിന്നെ സൂചി കൊടുത്ത സ്ഥലവന്മാർ കൊടുക്കൂല, ഈ വരട്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ചേട്ടൻ അനിയനും തമ്മിലുള്ള അതിതർക്കം മാത്രം എടുത്ത കോടതിയിൽ ഇപ്പോഴും 2000 കേസ് ഇപ്പൊ തന്നെ കാണാം. അങ്ങനെയുള്ള അനിയനല്ല എഴുത്തച്ഛൻ അവതരിപ്പിക്കുന്നത് രാമായണത്തിൽ. സ്വന്തം അമ്മയെ ഭരതൻ ദുർഭഗേ മൂടേ നിശാചരി ദുർവൃത്ത മാനസ് കഷ്ടമോർത്തോളം കഠോരശീലേ ഖലേ. ഞാൻ ഇതിന്റെ ഒന്നും മലയാളം പറയുന്നില്ല, ഓരോന്നും ഇത്ര കിലോ വെയിറ്റ് വരും. അതുകൊണ്ട് ഞാൻ ഇതിന്റെ ഒന്നും മലയാളം, സംസ്കൃതം ചീത്ത വിളിക്കാൻ നല്ല ഭാഷയാണ്. വിളിച്ചിറക്കി കൊടുക്കുക, അമ്മയാണെന്നും നോക്കാതെ. വല്ല കണക്കിന് ഞാൻ മരിച്ചിട്ട് പോയി, എന്റെ കഷ്ടകാലത്തിന് നിന്റെ ഗർഭത്തിൽ ഒന്ന് ജനിച്ചു പോയി, ഞാൻ ദൈവമേ ആർക്കും ഗതി വരുന്നത് എന്നൊക്കെ പറയാം. സാധാരണ ഒരു മകനാണെങ്കിൽ ഏറ്റവും സ്മൂത്തായി ഒരു രാജ്യം കയ്യിൽ, അയോധ്യ പോലെ എത്രയും വരുമാനമുള്ള ഒരു രാജ്യം സ്വതേ കയ്യിൽ വന്നിരിക്കുക, ഒരു ടെൻഷനും ഇല്ലാതെ. പക്ഷെ ഭരതൻ അറിയാം, ഇവിടത്തെ ജനങ്ങൾ കാക്ഷിക്കുന്നത് രാമനെയാണ്. രാമൻ കാട്ടിലോട്ട് പോകാൻ നിൽക്കുമ്പോ അവരോട് പറയുമല്ലോ, നമുക്കും കൂടെ പോവാം. എവിടെ? കാട്ടില്. രാമൻ എവിടെയുള്ളോ അവിടെയാണ് നമ്മുടെ അയോധ്യ എന്ന് സാധാരണ ജനങ്ങൾ പറയാണ്. അപ്പോഴിത് കേട്ടിട്ടുണ്ട് രാമൻ സുമന്ത്രനോട് പറഞ്ഞ്, ഞാൻ ഇന്ന് രാവിലെ 2 മണിക്ക് പോകുന്നു, 9 ഉറങ്ങിക്കിടക്കും, ഞാൻ പോകും. സൂര്യൻ ഉദിച്ചാൽ ഐക്യമില്ലവർ. ചില നല്ല സാധനങ്ങൾക്ക് ട്രാൻസ്ഫർ വരും പോലെയാണ്. 9 മണി കഴിഞ്ഞ പിള്ളേർ വിടില്ല, അതുകൊണ്ട് 7:30 മണിക്ക് റിലീവ് ചെയ്യിക്കും. അതുപോലെ സൂര്യൻ ഉദിച്ചാൽ ഐക്യമില്ലവർ, അതുകൊണ്ട് നേരത്തെ പോകാന്ന് പറഞ്ഞാൽ രാവിലെ രാഖിരാമനെ ഓടുകയാണ്. അങ്ങനെ ഒരു ഭരണാധികാരിയെ കാക്ഷിച്ചിരിക്കുമ്പോഴാണ് നിങ്ങൾ എനിക്ക് രാജ്യത്തെ എനിക്ക് വേണ്ട എന്ന് ഭരതൻ പറയാം. അങ്ങനെ ത്യജിക്കാനുള്ള മനസ്സ്, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം, തിരിച്ച് വിളിച്ചോണ്ട് പോയി. എങ്ങനെയുള്ള കൈകേയിയാണ് ഇങ്ങനെ ചെയ്തത് എന്ന് എഴുത്തച്ഛൻ പറയും. എനിക്കത് വായിക്കുമ്പോൾ ഇപ്പോഴും, ഞാൻ ഈ ന്യൂസ് 18 ചാനലിൽ രാമായണം വായിച്ച് പറയുന്ന സമയത്ത് ഞാൻ കരഞ്ഞുപോയി. ഈ സന്ദർഭം ഞാൻ പറഞ്ഞു എഡിറ്റ് ചെയ്തിട്ട് കൊടുക്കാറുണ്ട്, അവരാരും എഡിറ്റ് ചെയ്തില്ല. ഞാൻ കരയുന്നത് അതുപോലെ TV കാണിച്ചു. നല്ല വസ്തുക്കൾ എനിക്ക് തന്നേ മറ്റു വല്ലവർക്കും കൊടുപ്പു മമ നന്ദനൻ, എന്റെ മോനെന്നാണ് വിളിക്കുന്നത്. കയ്യേ ഇഷ്ടമില്ലാതെ ഒരു വാക്ക് പറയില്ല, എനിക്ക് ഇഷ്ടമില്ലാതെ ഒരൊറ്റ വാക്ക് അവൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അവന് കൗസല്യക്കാരും എന്നോടാണ് ഇഷ്ടം. ദോഷങ്ങളാണ് ഈ 3 വളവ്. ഈ 3 വളവുകളുള്ളവളാണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ നെഗറ്റീവായ ഒരു വൈകാരികതയാണ് അവിടെ
മന്ദരയ്ക്ക് പ്രവർത്തിക്കുന്നത്. ആ മന്ദരയാണ് പറയിക്കുന്നത്. അപ്പോഴും എഴുത്തച്ഛൻ പറയുന്നത് ഇതിന്റെ കാരണം ആരല്ല, മന്ദരയല്ല, ആരും ഭ്രമിക്കായിക രാജാവുമല്ല കേട്. കാരണം രാവണവധം മുതലാണ് അവരുടെ ഏറ്റവും വലിയ ഗോൾ. ഇതിലേക്ക് എത്താനാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു പട്ടാഭിഷേകം തീർന്നത്, പിന്നെ ഒരു നിശ്ചിതാഭിഷേകം വരില്ല, പിന്നെ ഒരു വനയാത്ര വരില്ല, പിന്നെ ഒരു സന്ദർഭവും വരില്ല. ഒരു കഥയെ എങ്ങനെ സ്മൂത്തായി കൊണ്ടുവന്ന് എന്തിലെത്തിക്കുമെന്ന് കൃത്യമായി എഴുത്തച്ഛൻ അറിയാം. ഇനി രാവണവധം കഴിഞ്ഞു പോയി ഇത് അവസാനിപ്പിക്കുന്നില്ല. ഈ നമ്മുടെ മനസ്സിലെ രാവണത്വത്തെ നിഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു വസന്തകാലത്തെ കുറിച്ചും കൂടെ പറഞ്ഞിട്ടാണ് ഇത് അവസാനിപ്പിക്കുന്നത്. അതിനാണ് ഫലശ്രുതിയാണ്. അത് ഫലിക്കും. ഈ കർമ്മം മുഴുവൻ ഫലിക്കാൻ പോവുകയാണ്. ഈ ഫലം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നു. എന്നിട്ട് പറയുമല്ലോ, ഏത് തരം സഹായത്തെയും ഈശ്വരൻ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്നു. ചെറിയ 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 ഉദാഹരണങ്ങളൊക്കെ നമുക്കറിയാം. അത് വാനരന്മാരുടെ സഹായം നമുക്കറിയാം. ഹനുമാനെ പോലെയുള്ള ആളിനെ കണ്ടു പരിചയപ്പെടുന്നു. സുഗ്രീവൻ ഇതിനകത്ത് ഇടപെടുന്നു. ബാലി ശ്രീരാമനോട് ചോദിക്കുന്നുണ്ട്, എന്നെ എന്തുകൊണ്ടാണ് അങ്ങ് കൊന്നു കളഞ്ഞത്? അങ്ങ് ഒരു വാക്ക് പറഞ്ഞെങ്കിൽ അങ്ങയുടെ എതിരാളി കൊണ്ടല്ലോ ഈ രാവണൻ. എന്റെ ആയ കാലത്ത് ഞാൻ രാവണനെ 7 കടലിലെ വെള്ളം കുടിപ്പിച്ച ആ വെള്ളം മുഴുവൻ ഛർദ്ദിപ്പിച്ചവനാണ് ഞാൻ. എനിക്കത് സാധിക്കുമായിരുന്നു. അങ്ങ് ഒരു വാക്ക് പറഞ്ഞെങ്കിൽ ഞാൻ ലങ്കയോടെ എടുത്തുകൊണ്ടൊന്ന് മുമ്പേ വെച്ചതിന്റെ ആവശ്യമുള്ള എടുത്ത് ബാക്കി കളഞ്ഞാൽ മതിയായിരുന്നല്ലോ എന്ന് പറഞ്ഞ ആളാണ് ബാലി. പക്ഷെ ബാലി ചെയ്യേണ്ടാത്ത ഒരു കാര്യം ചെയ്തു. അത് അനുജന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു എന്നാണ് ശ്രീരാമന്റെ ഫീൽ ചെയ്തത്. അനുജന്റെ ഭാര്യ മകളാണ്, അനുജന്റെ ഭാര്യ പരിഗ്രഹിക്കുന്നത് ശരിയല്ല. അങ്ങനെ ചെയ്തവൻ വധ്യനാണ്, അതുകൊണ്ടാണ് വധിക്കുന്നത്. എന്നിട്ട് പറയില്ലേ, ഈ അസ്ത്രം ഇങ്ങനെ തറഞ്ഞു കയറുമ്പോൾ പറയും, വാനര മാംസം അഭക്ഷ്യം അത്രയേ തുല്ലോ. നിങ്ങളൊക്കെ ഇറച്ചിയെ കഴിക്കുന്നവരാണെന്ന് അറിയാം, പക്ഷെ കൊരങ്ങന്റെ ഇറച്ചിയൊന്നും നിങ്ങൾക്ക് കൊള്ളൂല എന്ന് പറഞ്ഞപ്പോഴും അതിനല്ല ഞാൻ നിന്നെ കൊന്നത് എന്ന് ഇങ്ങനെയുള്ള കാര്യത്തിലാണ് എന്ന് പറയും. താരയോടുള്ള ഉപദേശമാണ് ഏറ്റവും വലിയ തത്വജ്ഞാനത്തിന്റെ ഏറ്റവും ആധാരമായ ഒരു ഉപദേശം. താരയോടുള്ള ഉപദേശത്തിൽ പറയുന്നത്, നിങ്ങളുടെ ഭർത്താവ് ദേഹമോ ദേഹിയോ ചോദിക്കും. നിന്റെ ഭർത്താവ് ഭൗതികമായി ഇല്ലാതായെങ്കിലും അദ്ദേഹത്തിന്റെ ദേഹത്തെ ഇല്ലാതാക്കാൻ കഴിയുള്ളൂ, ദേഹി ഇല്ലാതാക്കാൻ കഴിയുന്നില്ല. നൈനം സിദ്ധ്യന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക എന്ന ഈ ഭഗവത്ഗീതയിലെ തത്വത്തിൽ എഴുത്തച്ഛൻ കൊണ്ട് ബന്ധിപ്പിക്കുന്നു. അപ്പോഴും എഴുത്തച്ഛൻ രാമനിലൂടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ അവനെ കൊല്ലാതിരുന്നേനെ, പക്ഷെ അവൻ ഇമ്മാതിരി ഒരു കാര്യം ചെയ്തു, അത് ശരിയല്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അത് സാധാരണ ജീവിതത്തിൽ നിന്ന് പഠിക്കേണ്ട ഏറ്റവും വലിയൊരു പാഠം എഴുത്തച്ഛൻ അവിടെ രാമനിലൂടെ പഠിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് യുക്തമല്ലാത്തതൊന്നും ചെയ്യരുത് എപ്പോഴും. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ദർശനം ഇങ്ങനെ തലയ്ക്കൽ ഈ ഭരതൻ അവതരിപ്പിക്കുന്നത്, ഭരതൻ വിളിക്കാൻ വരും ചേട്ടനെ, വിളിച്ചോണ്ട് പോകാൻ വരുമ്പോൾ ഞാൻ വരുന്നില്ല എന്ന് പറയാം. ഞാൻ വരുന്നില്ല എന്ന് പറയുമ്പോൾ മെലിയടി കൊണ്ട് തിരിച്ചു പോകും. തിരിച്ചു പോയിട്ട് ലങ്കയിൽ നിന്ന് രാവണനെ പരാജയപ്പെടുത്തിയതിനു ശേഷം വിഭീഷണന്റെ പ്രത്യേക ക്ഷണം പ്രകാരം അവിടെ കുറച്ചുനാൾ താമസിക്കാം എന്ന് ലക്ഷ്മണൻ പറയുമ്പോ ശ്രീരാമൻ പറയുന്നത്, ഞാൻ നിൽക്കില്ല, കാരണം ഞാൻ വരുന്നതും പാർത്ത് ഭരതൻ ഇരിക്കുന്നുണ്ട്. കാരണം നിന്നെയും ഭരതനെയും എനിക്ക് ഒരുപോലെയാണ്. നീ ഇല്ലാതായാൽ എനിക്ക് നീ നാഗാസ്ത്രമേറ്റ് വീണപ്പോൾ ഞാൻ അനുഭവിച്ച വേദന എന്താണോ അതുപോലൊരു വേദന അവൻ തിരിച്ചടാൻ പോകുന്നു എന്ന് പറയുമ്പോഴും എനിക്കുണ്ടാകും. അവർക്ക് പെട്ടെന്ന് പോകണം. അങ്ങനെ അവിടെ ചെന്ന് പിന്നെ വീണ്ടും രാജധാനിയിൽ എത്തുമ്പോൾ വീണ്ടും ഇതേ ആവശ്യം ജനം ഉന്നയിച്ചതിന് ശേഷം മാത്രമാണ് രാമൻ രാജ്യഭാരം ഏൽക്കാൻ പോകുന്നത്. ജനങ്ങൾ വീണ്ടും പറയുന്നുണ്ട്, രാമൻ തിരിച്ചു വന്നല്ലോ, അദ്ദേഹത്തിന് രാജ്യം കൊടുക്കൂ എന്ന് പറയുമ്പോഴാണ് ഞാൻ അയോധ്യാധിപനായി വസിക്കാമല്ലോ, ഞാൻ അയോധ്യാധിപനായി ഭരിക്കാമല്ലോ എന്നല്ല പറയുന്നത്, ഞാൻ അയോധ്യാധിപനായി വസിക്കാമല്ലോ എന്നാണ്. ഞാൻ നിങ്ങളെയൊക്കെ പോലെ തന്നെയാണ്, ഞാൻ നിങ്ങളെയൊക്കെ പോലെ തന്നെ വസിക്കാം, ജീവിക്കാം എന്ന അർത്ഥത്തിൽ തന്നെയാണ് അദ്ദേഹം പറയുന്നത്.
പിന്നീടാണ് എഴുത്തച്ഛൻ ഏറ്റവും ഗംഭീരമായ ഫലശ്രുതിയിൽ പറയുന്നത് ഈ എന്തുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടായി. ഭരതൻ തന്നെ പറയുന്നുണ്ട്, ചേട്ടനുണ്ടെന്ന് പോയതിനേക്കാളും കൂടുതൽ സമ്പത്ത് ഇവിടെ ഉണ്ട്, ഞാനിതൊക്കെ സമ്പാദിച്ചിട്ടുണ്ട്, കുതിര 10,000 കൂടുതലുണ്ട്, ഈ സ്വർണം ഇത്രയും കൂടുതലുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഭൗതികമായതൊക്കെ കൂടുതലുണ്ടെന്ന് പറയുമ്പോഴും അങ്ങില്ലാത്തൊരു കുറവുകൂടെ ഉണ്ടായിരുന്നു, അങ്ങ് വന്നപ്പോൾ ആ കുറവ് കൂടി തീർന്നു എന്ന് പറഞ്ഞിട്ട് ആദ്യമേ അമ്മയോട് വഴക്കിട്ടല്ലോ. രാമനെയും എന്നെയും എന്റെ രാജ്യത്തെയും രാമങ്കിൽ സമർപ്പിക്കേണ്ടതിന് പകരം ഇങ്ങനെ ചെയ്തല്ലോ എന്ന് ചോദിച്ചിട്ടാണല്ലോ പിരിഞ്ഞത്. എന്നിട്ട് പറയുന്നുണ്ട്, അങ്ങ് തിരിച്ചു വന്ന് രാജ്യഭാരം ഏൽക്കണം, എനിക്ക് അന്നും അച്ഛനും രണ്ടല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇങ്ങനെ ഒരു കുടുംബ സൗകുമാര്യതയാണ് കേരളത്തിൽ നിലനിൽക്കേണ്ടത് എന്നാണ് എഴുത്തച്ഛൻ സ്വപ്നം ചെയ്തിരുന്നത്. അതുകൊണ്ട് എഴുത്തച്ഛൻ ഈ രീതിയിൽ തന്നെ ഇതിനെ അവതരിപ്പിക്കാൻ കാരണം ഇങ്ങനെ ഒരു ജീവിതം, ഇങ്ങനെ ഒരു സാഹോദര്യ സ്നേഹം, ഇങ്ങനെ ഒരു കുടുംബം, ഇങ്ങനെ ഒരു സമൂഹം, ഇങ്ങനെ ഒരു രാജ്യം അത് അതുകൊണ്ടാണ് ഗാന്ധിജി അങ്ങനെ ഒരു പേര് പറഞ്ഞത്, രാമരാജ്യം. അല്ല ചുമ്മാ പറഞ്ഞല്ല. ഇത്തരം ചെയ്യുന്ന പ്രവൃത്തികൾക്ക് മാന്യത ലഭിക്കുന്ന ഈ അണ്ണാന്റെ കഥയൊക്കെ നിങ്ങൾക്കറിയാം. അണ്ണാൻ അതിന് തന്നാലായി ചെയ്തു എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. ആ അണ്ണാനെ തഴുകി അനുഗ്രഹിച്ചോന്നും അങ്ങനെയാണ് 3 വരെ എന്നൊക്കെ നിങ്ങൾക്കറിയാം. ഒരിക്കൽ നമ്മുടെ കവി ഏഴാച്ചേരി സാർ എനിക്ക് പറഞ്ഞു, അമേരിക്കയില് മോളുടെ അടുത്ത് പോയപ്പോൾ അവിടെ വലിയ പെരിച്ചാഴിക്കൽ വലിയ അണ്ണാനാണ്, പക്ഷെ ആ അണ്ണാന് വെളുത്ത നിറമേ ഉള്ളൂ, 3 വരയില്ല. അദ്ദേഹം അത്ഭുതത്തോടുകൂടി എക്കാലവും പുരോഗമന പ്രസ്ഥാനത്തിന്റെ കവിയായ ഏഴാച്ചേരി സാർ പറഞ്ഞത് ശരിയാണ്, അവിടെ 3 വരെയുള്ള അണ്ണാനെ ഞാൻ കണ്ടില്ല, ഇന്ത്യയിലാണ് അത് കണ്ടിട്ടുള്ളത്. അപ്പോൾ കഥകൾക്ക് ചില ചരിത്രവും ചില തത്വവും പറയാനുണ്ടാകുമല്ലേ എന്ന് ചോദിച്ചാണ് അദ്ദേഹം അത് അവസാനിപ്പിച്ചത്. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടാവാം ചിലപ്പോൾ. ഏതൊരു ജീവിയെയും ഈശ്വരന് വേണ്ടി ഒരു തരി മണ്ണെങ്കിലും സംഭാവന ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ അത്തരത്തിൽ മാനിക്കുന്ന ഒരു ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഈ മര്യാദ പുരുഷോത്തമത്വം പ്രകാശിക്കുന്നത്. അങ്ങനെ ഒരു ദർശനമാണ് രാമായണം നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തെന്നാൽ ഇത്തരത്തിൽ ഈ കുത്തഴിഞ്ഞു കിടക്കുന്ന സമൂഹത്തെ കൂട്ടിക്കെട്ടാൻ എഴുത്തച്ഛൻ ശ്രമിച്ച ഏറ്റവും വലിയ ഒരു ശ്രമമാണ് ഈ കൃതിയിലൂടെ നമുക്ക് ഈ തളിതിരിഞ്ഞ് കിട്ടുന്നത്. ഏറ്റവും വലിയ ശ്രമം, അതായത് ഈ ഇപ്പോഴും നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്തത്ര ദുരന്തപൂരിതമായ എഴുത്തച്ഛൻ ഈ ബ്രാഹ്മണോഹം നരേന്ദ്രമോഹം എന്ന് പറയാൻ കാരണം അന്നത്തെ രാജാക്കന്മാരും അന്നത്തെ ബ്രാഹ്മണന്മാരെ വെച്ചിട്ടുണ്ട്. ഇന്നൊക്കെയുള്ള പാവപ്പെട്ട ബ്രാഹ്മണന്മാരെ കുറിച്ചല്ല. പൂന്താനമൊക്കെ പറഞ്ഞ് ശാന്തി ചെയ്ത് പുലർത്തുവാനായിട്ട് സന്ധ്യയോളം നടക്കുന്ന ആളുകളെ കുറിച്ചല്ല എഴുത്തച്ഛൻ പറഞ്ഞത്. ദുരധികാരം കയ്യാളിയിരുന്ന ഒരു കാലത്ത് സമൂഹത്തെ കുറിച്ചാണ്. അങ്ങനെയുള്ളവർ തകർത്തുകൊണ്ടിരുന്ന ഒരു സിസ്റ്റത്തിനെ ഉടച്ചു വാർക്കാനാണ് എഴുത്തച്ഛൻ ഇത് എഴുതിയത്. എല്ലാ തരം ആപത്തുകളെയും നേരിടാൻ തയ്യാറായിക്കൊണ്ട്, എല്ലാത്തരം മർദ്ദനങ്ങളെയും എതിരിടാൻ തയ്യാറായിക്കൊണ്ട്, എല്ലാത്തരം ശാരീരിക ബൗദ്ധിക സാംസ്കാരിക മർദ്ദനങ്ങളെ എതിരിടാൻ തന്നെ തയ്യാറായിക്കൊണ്ടാണ് എഴുത്തച്ഛൻ ഈ കൃതി അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് എഴുത്ത് നിഷേധിച്ച ഒരു സമുദായത്തിൽ ജനിക്കുകയും അദ്ദേഹം തന്റെ വാക്കിന്റെ ബലം കൊണ്ട് എഴുത്തച്ഛനായി മാറുകയും ചെയ്തതിന്റെ പിന്നിൽ ഒരു വലിയ ഒരു പോരാട്ടത്തിന്റെ കൂടി, അക്ഷരം കൊണ്ട് പോരാടിയ ഒരു പോരാട്ടത്തിന്റെ കൂടി ഒരു ചരിത്രം കിടപ്പുണ്ട്. അങ്ങനെ ഒരാളിന് മാത്രമേ ഇത്ര തത്വജ്ഞാനാത്മകമായി സംസാരിക്കാൻ കഴിയൂ. കാരണം ഒരുപാട് നീറിയവന്റെ ഉള്ളിൽ നിന്ന് മാത്രമേ ഇത്തരം വാക്കുകൾ വരുന്നുള്ളൂ. സത്യേന്ദ്രൻ പോയിക്കാവുന്ന ഒരു കവിയുടെ ഒരു കവിതയുണ്ട്, കക്ക എന്നാണ് എന്റെ പേര്. കക്ക പറയാണ്, നിനക്കറിയില്ല എത്ര നീറിയിട്ടാണ് ഈ വെളുപ്പ് എന്ന്. അങ്ങനെ ഒരു വെളുപ്പാണ് അധ്യാത്മരാമായണം. എത്ര നീറിയിട്ടാണ് ഇതുണ്ടാവുന്നത് നമുക്കറിയില്ല. അത്തരം ഒരു അനുഭവ സാമൂഹികതയിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് ആ അനുഭവം ഉണ്ടാകുമ്പോഴേ വരും. ആ അനുഭവത്തിന്റെ പൂർത്തീകരണമാണ് എഴുത്തച്ഛൻ അധ്യാത്മരാമായണത്തിലെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അവിടെ തത്ത എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ബഹിശ്വര പ്രാണന്റെ ഒരു സിമ്പലാണ് തത്ത. ഈ സുഖബ്രഹ്മർഷിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ ശ്രീ സുഖബ്രഹ്മർഷി നിർത്താതെ
ഇതിങ്ങനെ ഉദ്ഘോഷണം ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന മൂർത്തി എന്നൊരു സങ്കല്പമാണ് ഇതിനകത്ത് വരുന്നത്. അത്തരം ഒരു കൃതി നമ്മുടെ മുമ്പിൽ, വേദാന്ത സാരസാഗരമായ ഒരു കൃതിയെ നമ്മുടെ മുമ്പിൽ എഴുത്തച്ഛൻ സുന്ദരമായ ഭാഷയിൽ ഏറ്റവും നല്ല ഉപമകളോടുകൂടി ഏറ്റവും നല്ല മനോഹാരിതയോടുകൂടി അവതരിപ്പിച്ച് തന്നത് എന്തിനെന്ന് ചോദിച്ചാൽ ഇത് ആവർത്തിച്ചുള്ള കേൾവിക്കും ആവർത്തിച്ചുള്ള പാരായണത്തിന് വേണ്ടിയിട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞ കേൾവിയുടെ ഉത്സവമാണ് രാമായണം. കുംഭകർണൻ എന്ന കഥാപാത്രം തന്നെ നമുക്കറിയാം. ഒരു കുടം ചരിച്ചു വെച്ച പോലെയാണ് നമ്മുടെ തല. നമ്മുടെ സൈഡ് തിരിച്ച് കിടന്നു നോക്കൂ. ഒരു കുടം, അതിനകത്തൊരു സുഷിരമാണ് ഈ ചെവി. ഈ ചെവിയിൽ വീഴുന്ന കല്ല് എന്ന് പറയുന്നത് രാവണന്റെ വാക്കാണ്. രാമനെ കൊല്ലാൻ എണീക്കാൻ പറയുന്ന വാക്കാണ് കല്ല്. ഈ കല്ലകത്ത് വീഴുമ്പോഴാണ് ഇതിനകത്ത് പ്രകമ്പനം ഉണ്ടാകുന്നത്. അത് പിന്നെ നാശത്തിലാണ് കലാശിക്കുന്നത്. പരമാവധി കുംഭകർണനും വിഭീഷണനും മാരീചനും ഒക്കെ രാവണനെ പിന്തിരിപ്പിക്കുന്നുണ്ട്. വേണ്ട, പോണ്ട പോണ്ട എന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ രാവണൻ അതിനെ നിരാകരിക്കുകയാണ്. എപ്പോഴും അങ്ങനെയാണ്. സ്വന്തം കൂട്ടത്തിൽ നിന്ന് തന്നെ ചില ശബ്ദങ്ങൾ നമ്മളെ അനുകൂലിക്കും. പക്ഷെ നമ്മുടെ ആ സമയത്ത് സമയദോഷം എന്നൊക്കെ പറയില്ല, ആ സമയത്ത് വിനാശകാലത്തിലുണ്ടാകുന്ന ബുദ്ധി വൈപരീത്യം കൊണ്ട് നമ്മളത് സ്വീകരിക്കാതെ നമ്മുടെ വഴി എന്ന് നമ്മൾ നിശ്ചയിക്കുന്ന സ്ഥലത്തോടെ പോവുകയും അപകടം പറ്റുകയും ചെയ്യും. അതാണ് അങ്ങനെയുള്ള അപകടം എങ്ങനെ സംഭവിക്കുന്നു എന്ന് കൂടിയാണ് എഴുത്തച്ഛൻ ഓർമ്മിപ്പിക്കുന്നത്. അധ്യാത്മരാമായണം എന്നത് കേവലം ഒരു കൃതി മാത്രമല്ല, അതൊരു വലിയ സംസ്കാരത്തെയാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ആ സംസ്കാരത്തെ മലയാളി എല്ലാത്തിലും സീസണലാണ് എന്നുള്ളതുകൊണ്ട് കർക്കിടകത്തിലാണ് മലയാളിക്ക് ഓർമ്മ വരുന്നത് എന്നേ ഉള്ളൂ. മലയാളി മാങ്ങ കഴിക്കുന്നത് മാങ്ങാക്കാലത്ത്, ചക്ക കഴിക്കുന്നത് ചക്കക്കാലത്ത്, സീസണൽ ഫുഡ് കഴിച്ച് വളർന്ന മലയാളി. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല, എന്നാലും സീസണൽ ഫുഡ് കഴിച്ചു വരുന്ന മലയാളി അവരുടെ ആരാധനയിലും സംസ്കാരത്തിലും അത്തരം ഒരു സീസണൽ ആകുന്നുണ്ട് എന്നാണ്. അങ്ങനെ രാമായണത്തിന്റെ സീസണാണ് ഇപ്പോ. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി എൻ്റെ നാട്ടിൽ ഒരാളുടെ പറഞ്ഞു, ഇവിടെ പോണ സാറേ പറഞ്ഞു, മാന്നാറ് പ്രഭാഷണമാണ് രാമായണം. ഓ, ഇപ്പൊ സീസണാണല്ലോ. വളരെ രസകരമായ വാക്യമാണ്. സീസൺ ശരിയാണത്. ഞാൻ തന്നെ 10-12 സ്ഥലത്ത് സംസാരിക്കും. ഇനിയും ഒന്ന് 2 വേറെ വിഷയം. ആളുള്ള സീസണാണ്. 16-ാം തീയതി വരെ ഈ സീസൺ നിൽക്കും. അത് കഴിഞ്ഞ പിന്നെ അടുത്ത കർക്കിടകം ഒന്നാവണം രാമായണം എടുക്കുക. അതിലേക്ക് വല്ല കറണ്ട് വെച്ചാൽ ഇതിനകത്ത് ഇരിക്കുന്ന അതെടുത്ത് നോക്കാൻ വേണ്ടി എടുക്കുമെന്നുള്ളതല്ലാണ്. അങ്ങനെ എല്ലാവരും ഉണ്ടാവാറുണ്ട്. നിത്യേന വായിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ രാമായണ സത്യത്തിൽ വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. രാമായണം കൃത്യമായി വായിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അവരുടെ ഭാഷ തെളിയാൻ ഇതുപോലൊരു മാധ്യമം വേറെയില്ല. ബാലചന്ദ്രൻ ചുള്ളിക്കാട് സൗന്ദര്യലഹരി, ശങ്കരാചാര്യന്റെ സൗന്ദര്യലഹരി മാതൃഭൂമിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുക, തർജ്ജമ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ വായിക്കാൻ പറ്റും, വായിക്കും. ഗംഭീരമാണ് കേട്ടോ. നേരിൽ കാണാം ദേവിയെ. ഈ ബാലചന്ദ്രൻ ചുള്ളിക്കാട് കൊച്ചായിരുന്നപ്പോ സുന്ദരകാന്ഡം തെറ്റാതെ വായിച്ചതിന് ശേഷം എഴുത്താശാൻ പറഞ്ഞു, ഇനി ഇവിടുത്തെ പഠിപ്പ് മതി, പോയി 1-ാം ക്ലാസ്സിൽ ചേർന്നോളൂ എന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ ചേർന്ന കുട്ടിയാണ്. ആ വൊക്കാബുലറി അദ്ദേഹത്തിന്റെ ഉള്ളിൽ കിടപ്പുണ്ട്. പ്രത്യക്ഷത്തിൽ നമുക്ക് രാമായണങ്ങൾ ഉണ്ടാകുന്ന ഒരു ഗുണം ഭാഷയിൽ പിടിപാടുണ്ടാകും എന്നുള്ളതാണ്. ഇത്തിരി രാമായണം കിട്ടിയതിന്റെ ഗുണം എനിക്ക് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും അറിയാം. തിരികെ കിട്ടിയുള്ളൂ. ആ തിരി കിട്ടിയ ഗുണം എങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പോൾ അറിയാം. അപ്പോ സമൃദ്ധമായി കിട്ടുന്ന കുട്ടികളുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചു. നിങ്ങൾ ഇവിടെ ചെയ്യുന്ന ഈ കർമ്മം ചിലപ്പോ ഇന്ന് കുറച്ചുപേര് കണ്ടിട്ടേക്ക് പോകുമായിരിക്കും. പക്ഷേ ഒരു 25 വർഷം കൂടി കഴിയുമ്പോൾ ഇത് അടുത്ത തലമുറ ഇതിനെ സ്വീകരിക്കുന്നത് ഇപ്പൊ സ്വീകരിക്കുന്നതിന്റെ 10 ഇരട്ടി മുകളിലായിരിക്കും. കാരണം ഇപ്പൊ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് യജ്ഞമാണ് എന്ന് നമുക്കേ അറിയാവൂ. അടുത്തൊരു 25 വർഷം കഴിയുമ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് മഹായജ്ഞമാണെന്ന് അടുത്ത തലമുറ ഇങ്ങോട്ട് വിളിച്ചു പറയും. പ്രപഞ്ചകുഹരം നമ്മുടെ രൂപം പ്രതിധ്വനിപ്പിപ്പോന്നുള്ളവർ എഴുതിയതുപോലെ തിരിച്ചു വരും ആ ശബ്ദം. അടുത്ത വർഷം 25-ാം വർഷമാണ്. എന്റെ മനസ്സിലൊരു ദുരാഗ്രഹം പറയട്ടെ. 25 പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കുകയും ഈ 25 പ്രഭാഷണങ്ങൾ വ്യത്യസ്ത വിഷയങ്ങളിലാവുകയും രാമായണത്തിലെ തന്നെ വ്യത്യസ്ത വിഷയങ്ങളിലാവുകയും ഈ 25 പ്രഭാഷകരിൽ നിന്നും ആ പ്രസംഗം എഴുതി വാങ്ങുകയും അതിനെ സമാഹരിക്കുകയും രജത വൈഖരി എന്ന പേരിൽ 25 രജത വൈഖരി എന്ന പേരിൽ സമാഹരിക്കുകയും
ചെയ്താൽ അത് വളരെ നന്നായിരിക്കും എന്ന് വിചാരിക്കുന്ന മനസ്സിൽ ഇപ്പോൾ തോന്നിയ ആലോചനയാണ്. അതെനിക്ക് തോന്നുന്നു ഈ എന്താണ് നമ്മൾ വചനാധീശ്വരനായ ശിവൻ ചിലപ്പോൾ എന്തിലൂടെ പറയിക്കുന്നതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ തോന്നിയതാണ് ഇങ്ങനെ പറഞ്ഞാൽ കൊള്ളാമെന്ന്. അപ്പോൾ അത്തരത്തിലൊരു 25-ാം വർഷത്തിൽ എന്നെ വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഈ പരിപാടി നടത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം 25 ഗംഭീരമായ വിഷയങ്ങളിലൂടെ 25 പ്രഭാഷണങ്ങൾ അത് കേൾക്കാൻ ഈ വിവിധ തലമുറയിൽപ്പെട്ട ആളുകൾ അതിൽ പിന്നെ ഒരു വലിയ സന്തോഷം ഉണ്ടാകാനില്ല. അക്ഷരത്തിൻ്റെ ഉത്സവമായി നിങ്ങൾ കൊണ്ടാടുന്ന ഈ രാമായണ മേളയിൽ ഈ എന്താണ് ഞാനും ഭാഗമാവുകയും ഞാനും നിങ്ങളോടൊപ്പം ഈ നാട്ടുകാരെന്ന നിലയ്ക്ക് തന്നെ പെരുമാറുകയും ജീവിക്കുകയും ചെയ്യുന്നതിനുള്ള ഏറ്റവും വലിയ സന്തോഷവും ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് എന്നെ വീണ്ടും വീണ്ടും പരിപാടിയിലേക്ക് ക്ഷണിക്കുന്ന പ്രിയപ്പെട്ട ശിവകുമാർ സാറടക്കം ഈ ക്ഷേത്രത്തിലെ ഭാരവാഹികളടക്കം എല്ലാവരോടും ഹൃദയം പറഞ്ഞ് നന്ദി അറിയിക്കുന്നു. എൻ്റെ കൊതി കൊണ്ട് രാമായണത്തിൽ ഒരു 4 വരി ചൊല്ലി അവസാനിപ്പിക്കും. വത്സ സൗമിത്രേ കുമാരീ കേൾക്കണം മത്സരാദ്യം എന്നോട് വാക്കുകൾ നിന്നോട് തത്വമറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനടോ നിന്നുള്ളിൽ എപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോടറിയില്ല മറ്റാക്കുമെന്നുള്ളതും നിന്നാൽ അസാധ്യമായുള്ളൊരു കർമ്മവും നിർണയം എങ്കിലും ഇത് കേൾക്കണേ ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നായ ഏതത് പ്രയാസം തവയുക്തം അതല്ലായിൽ എന്തിനാൽ ഫലം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസ്സുമോക്കലി വന്യസന്തപ്ത ലോകസ്ഥാംബുബിന്ദുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം സ്വപ്നസമാനം പ്രഹത്രസുഖം നൃണാമൽപമാംസം നിരൂപിക്ക ലക്ഷ്മണ. ഇങ്ങനെ ലക്ഷ്മണനോടുള്ള ഉപദേശം ഏകദേശം ലോകത്തോട് നൽകിയ ഉപദേശമാണല്ലോ എന്ന തിരിച്ചറിവിൽ അവസാനിപ്പിക്കട്ടെ.